iPlus Training Solutions-ന്റെ UGC Nets Management Live Class-ലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ നമ്മുടെ ഡിസംബർ 2026 എക്സാം എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ എക്സാമിനെ നമുക്ക് നോക്കി കാണാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇത് നോക്കുന്നത്. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നതിൽ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സമയത്ത് പ്രീവിയസ് അറ്റംപ്റ്റ്സിൽ തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാളിപ്പോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ചോദിക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ സെഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. സോ ഇവിടെ നെറ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ, എക്സാം പ്രിപ്പറേഷനെ പറ്റിയിട്ട് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് നെറ്റ് എക്സാം എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. എന്നിട്ട് പ്രിപ്പയർ ചെയ്താലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു പ്രിപ്പറേഷനെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. ഇത് എല്ലാം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ഒന്ന് ഓടിച്ചു നോക്കുവാണ്. UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് NTA കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. പേപ്പർ 1ഉം പേപ്പർ 2 ആണ് ഉള്ളത്. അതും നമുക്കറിയാം. പേപ്പർ 1ൽ 50 ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്സ് വീതമുള്ള 50 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടോട്ടൽ നമുക്കൊരു 100 മാർക്സ് ആണ് അവിടെ നമ്മൾ സെക്യൂർ ചെയ്യാൻ. മാക്സിമം മാർക്ക് 100 ആണ്. ദെൻ പേപ്പർ 2 വരുമ്പോഴേക്കും 2 മാർക്സ് ഈച്ച് ഉള്ള 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടോട്ടൽ അല്ലെങ്കിൽ മാക്സിമം മാർക്സ് 200 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് 300 മാർക്സിനാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ചേർന്നിട്ട് 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻ ടോട്ടൽ 300 മാർക്സ് ആണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെറ്റ് എക്സാം എപ്പോഴും വരുന്നത്. ടോട്ടൽ ഔട്ട് ഓഫ് 300 ആണ്. ഓക്കെ, അപ്പൊ CBT മോഡിലാണ് ഇപ്പം പൊതുവെ NTA കണ്ടക്ട് ചെയ്യുന്നത്. ഇത് UGC ആയിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2018 വരെ പെൻ ആൻഡ് പേപ്പർ ടൈപ്പ് ഓഫ് എക്സാം ആയിരുന്നു. പിന്നെ അത് NTA കണ്ടക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ നമുക്ക് CBT ടെസ്റ്റുകളായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു തവണ മാത്രമാണ് പെൻ ആൻഡ് പേപ്പർ എക്സാം നടന്നത്. അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നത് കാരണം എക്സാം ക്യാൻസൽ ചെയ്തിട്ട് റീ എക്സാം കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ പെൻ ആൻഡ് പേപ്പർ എക്സാം വരുന്ന സമയത്ത് കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെൻ ആൻഡ് പേപ്പർ എക്സാം UGC കണ്ടക്ട് ചെയ്തിരുന്നപ്പോൾ ഉള്ളതിനേക്കാളും സ്പീഡിൽ നമുക്ക് ആ ഒരു ആൻസർ കീ കിട്ടുന്നതും നമ്മുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതും ഒക്കെ കുറച്ചുകൂടെ സ്പീഡപ്പ് ആകുന്നത് എപ്പോഴും ഈ ഒരു CBT മോഡിൽ വരുമ്പോഴാണ്. എന്നാൽ അവിടെ വരുമ്പോൾ ആ കാൻഡിഡേറ്റ്സ് നമുക്ക് വരുന്ന ഒരു വലിയൊരു ചാലഞ്ച് എന്ന് വെച്ചാൽ അവർ സ്ക്രീൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും. നമ്മുടെ എസ്പെഷ്യലി ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ പാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പലതവണ അങ്ങോട്ട് സ്ക്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ആ ഒരു എന്താണ് ആ റീഡിംഗ് കോംപ്രഹെൻഷൻ പാസേജിലോട്ട് പോകുന്ന സമയത്ത് കുറച്ചൊരു ടൈം ഡിലേ അവിടെ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഒരു സ്ട്രെസ് എടുക്കേണ്ട ഒരു നീഡ് അവിടെ വരാറുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നെറ്റ് എക്സാമിന്റെ ഒരു ലിമിറ്റേഷൻ ആണെന്ന് പറയാം. നെറ്റ് എന്ന് മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ അസസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ നോളജ് അല്ല, മോർ ദാൻ നമ്മുടെ നോളജിനേക്കാളും കൂടുതൽ നമ്മൾ എത്രത്തോളം നമുക്ക് അറിയാവുന്ന നോളജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആസ് എ പേഴ്സൺ ഒരു കണ്ടിജൻസി വന്നു കഴിഞ്ഞാൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയാണ് ആ ഒരു എക്സാമുകളിൽ, കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ എപ്പോഴും മെഷർ ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ അത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അതൊരു പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു പ്രശ്നമായിട്ട് നമ്മൾ വിചാരിച്ചിരുന്നാൽ NTA എക്സാം പാറ്റേൺ മാറുന്നില്ല. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് നമ്മുടെ ഒരു ത്രെറ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുക നമ്മൾ. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു CBT എക്സാം വരുമ്പോഴുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. ഓക്കെ, ഇനി രണ്ടാമത് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണവശാലും നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അതൊക്കെ ഒരു കണ്ടിജൻസിയാണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഒരു തവണ എക്സാം എഴുതിയ സമയത്ത് എന്റെ എക്സാം ഹാളിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇതായിട്ട് പറയാനും കൂടെ പറ്റുന്നത്. അപ്പൊ അതും എഗെയിൻ നമുക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് മേ ബി ഒരു 15 മിനിറ്റ് ഒക്കെ അവിടെ മിസ്സായി പോവായിരിക്കും. അപ്പൊ അത് എന്റെ 15 മിനിറ്റ് പോയല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ എനിക്ക് ബാക്കി സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 3 മണിക്കൂറിൽ ബാക്കി 2.25 മണിക്കൂർ ഉണ്ടല്ലോ, അതിൽ എന്റെ ഒരു ഗുഡ് അറ്റംപ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി നമ്മൾ എക്സാമിന് അപ്രോച്ച് ചെയ്യും. ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ നമ്മുടെ വഴിയിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ പ്രിപ്പറേഷനിലോട്ട് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമ്മുടെ മാക്സിമം ഇൻപുട്ട് നമ്മൾ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇൻ ദ സെൻസ് ആ ഒരു 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ആൻസറിൽ വരുന്നത്. ആ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും അത് അറിയായിരിക്കും. ഒരു സിമ്പിൾ MCQ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും അതിന്റെ 4 ഓപ്ഷൻസും. സ്റ്റേറ്റ്മെന്റ് 1 and 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ഈ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ വരുന്നത്, വരാത്തത് ഏത്, അങ്ങനത്തെ കുറെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ഒരു നെറ്റ് എക്സാമിന് ടോട്ടൽ നമ്മൾ പറഞ്ഞു 300 മാർക്സ് ആണ്. അതിൽ നിന്നുള്ള ഒരു കാറ്റഗറി, ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ 3 ക്രൈറ്റീരിയസിലാണ് JRF, നെറ്റ് ആൻഡ് PhD. JRF എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ടോപ്പ് 1% കാൻഡിഡേറ്റ്സിനാണ് JRF കിട്ടുന്നത്. അതിന് തൊട്ട് താഴെ വരുന്ന ഒരു 5 to 6 മാക്സിമം അപ്രോക്സിമേറ്റ്ലി ആ ഒരു പെർസെന്റേജ് ഓഫ് കാൻഡിഡേറ്റ്സിന് നെറ്റ് ക്വാളിഫിക്കേഷൻ കിട്ടുന്നു. നെക്സ്റ്റ് വരുന്ന ഒരു ക്രൈറ്റീരിയ PhD ആണ്. അപ്പൊ ഇത്രയാണ് ആ 3 കാറ്റഗറീസ് വരുന്നത്. അപ്പൊ ഇത് 3 ഇപ്പോഴും സ്റ്റിൽ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളതാണ്, ഇത് 3 എക്സാം ആണോ എന്നുള്ളത്. അല്ല, UGC നെറ്റ് കണ്ടക്ട് ചെയ്യുന്ന NTA കണ്ടക്ട് ചെയ്യുന്ന UGC നെറ്റിൽ സെയിം എക്സാമിൽ വരുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് വരുന്ന ഒരു എക്സാം അല്ല. ഇപ്പം എന്താ പറയണ്ട, 300-ൽ 250 മാർക്ക് മേടിച്ച എല്ലാവർക്കും JRF, 200 മേടിക്കുന്ന എല്ലാവർക്കും നെറ്റ്, അങ്ങനെയല്ല ഇവിടെ വരുന്നത്. ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിൽ നിന്ന് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് ടോപ്പ് 1% വരുന്ന ആൾക്കാർക്കാണ് JRF ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് കട്ട് ഓഫ് നമ്മൾ കൂടുന്നു കുറയുന്നു എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അറ്റൻഡ് ചെയ്ത ആൾക്കാരിൽ കൂടുതൽ പേർക്ക് കൂടുതൽ മാർക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ ആ ഒരു കട്ട് ഓഫ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. നമ്മൾ പൊതുവേ പറയാറില്ലേ, എക്സാം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു അപ്പൊ കട്ട് ഓഫ് കൂടുതലായിരിക്കും അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതിന് റീസൺ ഇതാണ്, എക്സാം കമ്പാരിറ്റീവ്ലി ടഫ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന സ്കോറും കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയാണ് ആ ഒരു 3 കാറ്റഗറീസ് വരുന്നത്. ഞാൻ ഒരു മൊത്തത്തിലൊന്ന് എടുക്കുവാണെങ്കിൽ 150 MCQs ഇൻ ടോട്ടൽ ഔട്ട് ഓഫ് 300 മാർക്സ് 3 hours ആണ്. നേരത്തെ ആ ഒരു UGC കണ്ടക്ട് ചെയ്തിരുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ്, ഐ തിങ്ക് 10 minutes എന്തോ ആണെന്ന് തോന്നുന്നു, 5 or 10 minutes ആണ്. ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് അടുത്ത പേപ്പർ 2 നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അതൊരു പ്ലസ് പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 3 മണിക്കൂർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. പേപ്പർ 1-ൽ ഞാൻ വളരെയധികം സ്ട്രോങ് ആണ്, എനിക്കത് സോൾവ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂറിന്റെ ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു 50 minutes അല്ലെങ്കിൽ 45 minutes പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം കൂടി പേപ്പർ 2-ലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതേപോലെ നമുക്ക് പേപ്പർ 1 വേണോ 2 വേണോ ആദ്യം അറ്റംപ്റ്റ് ചെയ്യാനുള്ളത് എഗെയിൻ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഏത് ഏരിയയിലാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബോത്ത് പേപ്പേഴ്സ് കണ്ടക്ടഡ് ഇൻ എ സിംഗിൾ സെഷൻ. രണ്ടിനും സെയിം മാർക്ക്. കറക്റ്റ് ആൻസറിന് എപ്പോഴും 2 മാർക്കാണ്. ഇതുവരെയും നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വന്നിട്ടുമില്ല. ഓക്കെ, ഇത്രയാണ് ആ ഒരു എക്സാമിനേഷൻ അറ്റ് എ ഗ്ലാൻസ് എന്നുള്ളതിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി ഈ ഒരു UGC നെറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകണം എന്നുണ്ടെങ്കിൽ ഒരു മാൻഡേറ്ററി എലിജിബിലിറ്റി ആണ്. ഇവിടെ വരുന്ന ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ PhD. ഇപ്പോൾ UGC പറഞ്ഞിരിക്കുന്നത് ഏതർ PhD ഓർ നെറ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ PhD ക്വാളിഫൈഡ് അല്ലെങ്കിൽ PhD നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യാം. ഇനി അത് UGC പറയുന്ന ഒരു നോമാണ്. ഇനി എനിക്ക് PhD ഉണ്ട്, പക്ഷെ എനിക്ക് നെറ്റ് ഇല്ല, അപ്പൊ എന്നെ ആ ഒരു ക്വാളിഫിക്കേഷനല്ല ആ ഒരു വേക്കൻസിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലോട്ട് കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ ഡിസ്ക്രിഷണറി പവർ ആണ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇപ്പൊ ഭയങ്കര ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവർ പലപ്പോഴും ഇത് രണ്ടും കൂടെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് PhD ചെയ്യുന്നത് ഒബിയസ്ലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മാനേജ്മെന്റ് സബ്ജക്റ്റിൽ അത്യാവശ്യം എക്സ്പെർട്ടൈസ് ഉള്ള ഒരാൾക്ക് മാത്രമായിരിക്കും ഒരു നാഷണൽ ലെവൽ എക്സാം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം പാസ്സാകാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ ഡിസ്ക്രിഷണറി പവർ ആണ് നെറ്റിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കണോ അവര് PhDക്ക് വെയിറ്റേജ് കൊടുക്കണോ എന്നുള്ളത്. ആസ് പെർ നോംസ് അല്ലെങ്കിൽ റെഗുലേഷൻസിൽ ഏതർ PhD ഓർ നെറ്റ് എന്നാണ് പറയുന്നത്. ദെൻ ഗേറ്റ്വേ ടു PhD അഡ്മിഷൻ ആൻഡ് റിസർച്ച് കരിയർ. നമുക്ക് റിസർച്ച് കരിയർ ആണ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ PhD അഡ്മിഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതിനും ഇപ്പൊ ചില യൂണിവേഴ്സിറ്റീസ് അല്ല, നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സെപ്പറേറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും
സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു 1-2 വർഷം മുന്നേ ഈ ഒരു NTA PhD ഓൺലി എന്നൊരു ക്രൈറ്റീരിയയും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം എല്ലാ യൂണിവേഴ്സിറ്റിയിലും അത് കിട്ടിയാലും നമുക്ക് ആ ഒരു PhD അഡ്മിഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. Then JRF qualification provides fellowship for full-time research. നമ്മൾ JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം റിസർച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫെലോഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ക്വാളിഫൈഡ് ആണ്. ഇനി അവിടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആണല്ലോ. ഇപ്പൊ കേരള MG ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടുന്ന് ഒരു ഫെലോഷിപ്പ് കിട്ടുന്നുണ്ട്. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഫുൾ ടൈം സ്കോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് 15,000 അല്ലാതെയുള്ള എല്ലാ ഫുൾ ടൈം റിസർച്ചേഴ്സിനും 13,000 ആണ് 13. ഓക്കെ, ഈ ഒരു JRF ഗ്രാൻഡ് ആയിട്ട് കിട്ടുന്നത് അത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നെറ്റ് എക്സാമിൽ JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് UGC ആണ് ഫെലോഷിപ്പ് തരുന്നത്. അത് അറൌണ്ട് 37,000 വരും. അത്രയും ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, നെറ്റ് ക്വാളിഫൈ ചെയ്താൽ 15,000 ആയിരിക്കും നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഫെലോഷിപ്പ് ആയിട്ട് തരുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കേസ് ആട്ടോ പറയുന്നത്. എന്നാൽ JRF ക്വാളിഫൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറൌണ്ട് 37,000 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത്രയും ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ JRF ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂസിലും ഒരു വെയിറ്റേജ് കിട്ടും. കാരണം അഗെയിൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർ മാനേജ്മെന്റിൽ അത്യാവശ്യം ആ ഒരു ഏരിയയിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരെന്നാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ അതിനേക്കാളും കൂടുതൽ മാർക്ക് സെക്ടർ JRF ക്വാളിഫൈ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ അതിൻ്റെതായിട്ടുള്ള ഒരു വെയിറ്റേജ് കിട്ടാനായിട്ട് നമ്മുടെ റെസ്യൂമെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കുറച്ചും കൂടി ഒരു ബിൽഡപ്പ് തരാനും ഹെൽപ്ഫുൾ ആണ്. ദെൻ എൻഹാൻസസ് കരിയർ സ്റ്റെബിലിറ്റി, പ്രസ്റ്റീജ് ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. അഗെയിൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റെക്കഗ്നൈസ്ഡ് നാഷണാലിറ്റി ആസ് എ ബെഞ്ച് മാർക്ക് ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കോമ്പീറ്റൻസ്. നമ്മൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് പറയാതെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേ ആണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, ഇത് നമ്മൾ പറയുന്നത് അവർ അക്കാഡമിക് സെക്ടർ റിലേറ്റ് ചെയ്തിട്ടാണ്. അല്ലാതെയും ഒത്തിരി വേക്കൻസീസ് ഇപ്പം വരുന്നുണ്ട്. ചില പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഒക്കെ ഈ അവരുടെ നോട്ടിഫിക്കേഷൻ ഇടുന്ന സമയത്ത് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കുറച്ച് പ്രയോറിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കോർപ്പറേറ്റ് ജോബ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ അതിൻ്റെതായിട്ടുള്ള ഒരു വെയിറ്റേജ് കിട്ടും. അതുകൊണ്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും നമ്മൾ എക്സാമിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് ഒരു ഗുഡ് അറ്റംപ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ദ സിലബസ്, ഡിക്കോഡിംഗ് ദ എക്സാം പാറ്റേൺ 2025 റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. നമ്മുടെ ഒരു SWOT അനാലിസിസ്, എങ്ങനെ നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഈ ഒരു ഡിസംബർ 26 ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യാം, അത് നമുക്ക് എങ്ങനെ നല്ലതുപോലെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മളെല്ലാവരും ആസ് എ ഹ്യൂമൻ ബീയിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആയിരിക്കത്തില്ല മേ ബി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ Aക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം Bക്ക് ബെസ്റ്റ് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ജനറലി എല്ലാവർക്കും ഒരുവിധം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ കറന്റ് ലെവൽ ഓഫ് നോളജ് എങ്ങനെയാണ്, നിങ്ങൾ മറ്റുള്ള എന്തെങ്കിലും എൻഗേജ്മെന്റ്സ് നിങ്ങൾക്കുണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഇതെല്ലാം മാറ്റം വരുന്നുണ്ട്. ഒരു ജനറൽ ഓവറോൾ ഐഡിയ ആണ് ഇവിടെ തരുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ആ ഒരു സിലബസ് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നെറ്റിന്റെ കാര്യം വരുമ്പോൾ എസ്പെഷ്യലി, കാരണം നമ്മുടെ മാനേജ്മെന്റ് സബ്ജക്റ്റുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 10 യൂണിറ്റ്സ് ആണുള്ളത്. ഈ 10 യൂണിറ്റുകളിലും ഈ നമുക്ക് എന്താണ് 10 സബ്ജക്റ്റുകൾ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. ഓരോ യൂണിറ്റിനകത്തും ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറെ ടോപ്പിക്സുകൾ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് ആണ്, എപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക. വെറുതെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് കാര്യമില്ല. പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ നോട്ട്സ് ഒക്കെ എഴുതി വെക്കത്തില്ല, ആ ഒരു ബുക്കിൽ എഴുതി വെച്ചാലും ഏകദേശം സിമിലർ എഫക്ട് തന്നെ ആയിരിക്കും.
എന്നിട്ട് നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ലൈവിൽ കേൾക്കുന്ന കാര്യങ്ങളോ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ സ്വയം പഠിച്ച കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഒരു ദിവസം ലൈവ് ക്ലാസ്സിൽ ഇപ്പൊ ഒരു മാനേജ്മെന്റ് കൺസെപ്റ്റ് പ്രോസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇതിലെ കൺസെപ്റ്റ് ഓൾറെഡി എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിയർ ആണ്, പക്ഷെ പ്രോസസ്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല, ഒന്നുകൂടെ റിവൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസെപ്റ്റ് മാത്രം ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. പ്രോസസ്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ട് മാത്രമേ അത് ഹൈലൈറ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, എന്തുപോലെ നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന, എനിക്ക് ഓക്കെയാണ് ഞാൻ പഠിച്ചു എന്ന് എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഹൈലൈറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. അത് കാരണം നമുക്ക് 2 അഡ്വാൻറ്റേജസ് കിട്ടും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴാണല്ലേ നമ്മളിപ്പോ ഒരു യാത്ര പോകുന്നു, കൊച്ചിലെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ദൂരോട്ട് യാത്ര പോകുമ്പോൾ നമുക്ക് മേ ബി അത്രത്തോളം ഇൻട്രസ്റ്റഡ് ആവണം എന്നില്ല ആ ഒരു യാത്ര, ബസ്സിലൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി. അപ്പൊ നമ്മളിങ്ങനെ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിക്കില്ലേ, എത്താറായോ 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 എന്നുള്ളത്. അപ്പൊ അവർ പറയില്ലേ ഇനി 2 സ്റ്റോപ്പും കൂടെ ഉള്ളൂ, ഒരു 5 മിനിറ്റിൽ എത്തുമെന്നൊക്കെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഇല്ല ഉടനെ എത്താറായി എന്നുള്ളത്. ഇത് തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഇതുപോലെ ടിക്ക് ചെയ്ത് വെക്കുമ്പോൾ കുറെ വലിയൊരു കാര്യമായിരിക്കും നമ്മൾക്ക് തീർക്കാനുള്ളത്. ഇതിൽ ഞാൻ ഇത്രയും പഠിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം ഒരു ആശ്വാസം കിട്ടും. അതേപോലെ അത് നമുക്കൊരു കോൺഫിഡൻസ് തരും. ഈ 10 യൂണിറ്റിൽ ഫസ്റ്റത്തെ മൊഡ്യൂൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ അതിൽ ഹൈലി കോൺഫിഡന്റ് ആണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു മോട്ടിവേഷനും കൂടെ തരും. അപ്പൊ ഇതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഇതിങ്ങനെ ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് പോവുക. ഭയങ്കര മാൻഡേറ്ററി ആണ് എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റ് ആയിട്ടൊന്ന് ഓടിച്ചു നോക്കാം. യൂണിറ്റ് 1 നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് മാനേജ്മെന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. മാനേജ്മെന്റ്, അതിന്റെ കൺസെപ്റ്റ്, പ്രോസസ്, ദെൻ തിയറീസ്, അപ്രോച്ചസ്, മാനേജ്മെന്റ് റോൾസ് ആൻഡ് സ്കിൽസ്, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്, ദെൻ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതും അതിന്റെ ടൈപ്സ്, പ്രോസസ് ആൻഡ് ബാരിയേഴ്സ്, ദെൻ നമ്മൾ നോക്കുന്നു ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നുള്ളത്, അതിന്റെ കൺസെപ്റ്റ്, പ്രോസസ്, ടെക്നിക്സ് ആൻഡ് ടൂൾസ്, then organization structure, design, types, authority, responsibility, centralization, decentralization and span of control. ഇത്രയാണ് മാനേജ്മെന്റിനകത്ത് വരുന്ന ടോപ്പിക്സ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അറൌണ്ട് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഓവറോൾ നമുക്കൊരു 10-12 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം. അതിൽ നിന്ന് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു മാനേജ്മെന്റ്. നമ്മൾ മാനേജ്മെന്റ് ആണ്, നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് തന്നെ മാനേജ്മെന്റ് ആണ്. അപ്പൊ തന്നെ മനസ്സിലാവും ഈ ഒരു പോർഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. എല്ലാ തവണയും ഒരു 4-5 ക്വസ്റ്റ്യൻസ് വരെ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയ ആണ്. ഒത്തിരി അങ്ങോട്ട് തിയറീസ് ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആ ഒരു ടെർമിനോളജീസ് ഇവിടെ ഭയങ്കര കുറവാണ്. ക്വസ്റ്റ്യൻസ് ഒത്തിരി അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാറുമില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. നെക്സ്റ്റ് വരുന്നു മാനേജറിയൽ എക്കണോമിക്സ്, അതിന്റെ കൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ്, ദെൻ ഡിമാൻഡ് അനാലിസിസ്, യൂട്ടിലിറ്റി അനാലിസിസ്, ഇൻഡിഫറൻസ് കർവ്, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ദെൻ അത് മൈക്രോ എക്കണോമിക്സിലാണ് ഇത് രണ്ടും വരുന്നത്. ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ, നാഷണൽ ഇൻകം, ഇൻഫ്ലേഷൻ, ഇത്രയും വരുമ്പോൾ മാക്രോ എക്കണോമിക്സിലോട്ടും പോകുന്നുണ്ട്. ഇനി ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ അത്യാവശ്യം അല്ലെങ്കിൽ കുറച്ച് നമുക്ക് പാടായിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഈ ഒരു എക്കണോമിക്സ് ആണ്. ഇതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഈ ഒരു മാർക്കറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും ഒളിഗോപ്പൊളിയും ഒക്കെ നമ്മൾ ഇച്ചിരി ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ ആ ഒരു എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരല്ലാന്നുണ്ടെങ്കിൽ, ഇനി ഉണ്ട് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫൈൻ, ഇറ്റ് ഇസ് ഗുഡ് ആൻഡ് വെൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരല്പം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഈ ഒരു പ്രൈസ് ഡിറ്റർമിനേഷൻ ആണെന്നുണ്ടെങ്കിലും ഇലാസ്റ്റിസിറ്റി ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇച്ചിരി നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഏരിയാസ് ആണ്. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അത്രയും എളുപ്പത്തിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല, അത്രയാണ് ഉദ്ദേശിച്ചത്. ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. ഇനി മൂന്നാമത്തെ ഏരിയ വന്നിട്ട് ഈ ഒരു ബിസിനസ് എത്തിക്സ് ആൻഡ് CSR, എത്തിക്കൽ ഇഷ്യൂസ് ആൻഡ് ഡിലൈമ, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് വാല്യൂ ബേസ്ഡ് ഓർഗനൈസേഷൻ. നമ്മൾ ആദ്യത്തെ ആ ഒരു സെക്ഷൻ പറഞ്ഞതുപോലെ നമുക്ക് സിംപ്ലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഇത്രയും വരുന്നത്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റ്. ഇപ്പൊ തന്നെ കണ്ടോ, ഫസ്റ്റ് യൂണിറ്റിനകത്ത് തന്നെ നമുക്ക് 3 ഏരിയാസ് അല്ലെങ്കിൽ 3 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്, എന്നാൽ സിമ്പിളും ആണ്. ഇനി യൂണിറ്റ് 2 വരുമ്പോൾ 2 ഭാഗങ്ങളാണ് വരുന്നത്, ഓർഗനൈസേഷണൽ ബിഹേവിയറും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും. ഇതും കുഴപ്പമില്ലാതെന്നല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഫസ്റ്റ് മാനേജ്മെന്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എന്നാൽ ഇതല്പം വാസ്റ്റ് ആണ്, കുറച്ചധികം കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓർഗനൈസേഷണൽ ബിഹേവിയർ, അതിന്റെ സിഗ്നിഫിക്കൻസും തിയറീസും പഠിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ബിഹേവിയറിനകത്ത് നമ്മൾ പേഴ്സണാലിറ്റി, പെർസെപ്ഷൻ, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ബിഹേവിയർ നമ്മൾ നോക്കുന്നുണ്ട്, അതിൽ ടീം ബിൽഡിംഗ്, ലീഡർഷിപ്പ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് പോലുള്ള കൺസെപ്റ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ ഇന്റർപേഴ്സണൽ ബിഹേവിയർ ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസ് നോക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ക്ലൈമറ്റ്, വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി, ക്രോസ് കൾച്ചർ ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ,
ഇമോഷൻസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ്, ഓർഗനൈസേഷണൽ ജസ്റ്റിസ് ആൻഡ് വിസിൽ ബ്ലോയിങ്. കണ്ടോ, ഇത്രയും ഏരിയാസ് OB റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇത്രയും കേട്ടോ, ഇത്രയും കാര്യങ്ങൾ OB റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിന്റെ തൊട്ട് താഴെ കുറച്ച് ഏരിയാസ് മാത്രമേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരുന്നുള്ളൂ. പക്ഷേ ഇത് രണ്ടിലും ഏകദേശം ഒരു നമ്മൾ മറ്റേത് പറഞ്ഞതുപോലെ തന്നെ ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതിൽ മെജോറിറ്റി ഒരു OBയിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് അതിന്റെ കൺസെപ്റ്റ്, പെർസ്പെക്ടീവ്സ്, ഇൻഫ്ലുവൻസ് ആൻഡ് റിസന്റ് ട്രെൻഡ്സ്, ദെൻ ആ ഒരു പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇൻഡക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, HRന്റെ സ്റ്റെപ്സ് എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ജോബ് അനാലിസിസ്, ഇവാലുവേഷൻ ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ഇതെല്ലാം എന്റെ ഫേവറേറ്റ് ടോപ്പിക്സ് ആണെന്ന് നമുക്ക് പറയാം. ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഈ ഒരു പേഴ്സണാലിറ്റി, ഈ ആറ്റിറ്റ്യൂഡിൽ നിന്ന് ലേണിംഗ്, ആ ഒരു മോട്ടിവേഷന്റെ തിയറീസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ആണ്. അതുപോലെ ജോബ് അനാലിസിസും എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ്. ഇനി ഈ ഒരു യൂണിറ്റ് 2ൽ ഒരു നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് HRMൽ വെച്ചിട്ടാണ്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് യൂണിറ്റ് 3 മൂവ് ചെയ്യുന്നത്. അവിടെ നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റജിക് റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, SHRM ആണ് ഇവിടെ പഠിക്കുന്നത്, സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിൽ ആ ഒരു കോമ്പിറ്റൻസി മാപ്പിങ്ങും ബാലൻസ്ഡ് സ്കോർ കാർഡും എപ്പോഴും NDAയുടെ ക്വസ്റ്റ്യൻസിൽ കാണുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു കോമ്പിറ്റൻസി മാപ്പിംഗ് ഒക്കെ കുറേ തവണ കണ്ടിട്ടുണ്ട്. ദെൻ കരിയർ പ്ലാനിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് അപ്രൈസൽ, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, ചേഞ്ച് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻ, ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ്, ദെൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അത് അടുത്തൊരു ഏരിയ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. ഇത്രയും വന്നിട്ട് SHRMന്റെ പാർട്ടാണ്. അടുത്ത ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്നൊരു പോർഷനകത്താണ് ഈ ഒരു ഡിസ്പ്യൂട്ട്സും, ഗ്രീവൻസ് മാനേജ്മെന്റ്, ലേബർ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, ട്രേഡ് യൂണിയൻ ആൻഡ് കളക്ടീവ് ബാർഗൈനിങ്, ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അടുത്തൊരു ചെറിയൊരു സബ് ടോപ്പിക് ആയിട്ടാണെന്ന് പറയാം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഒരു ഇന്റർനാഷണൽ ബിസിനസ്സിനകത്തും ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങിനകത്തും എല്ലാം നമുക്ക് ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദെൻ ഗ്രീൻ HR. ഇത്രയാണ് ആ ഒരു യൂണിറ്റ് 3ക്കകത്ത് വരുന്നത്. ദെൻ യൂണിറ്റ് 4 വരുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഒരു തിയറി പോർഷനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഇതിൽ റേഷ്യോ ഒക്കെ നേരത്തെ മുന്നത്തെ സൈക്കിളുകളിൽ ഇതിൽ നിന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല, റേഷ്യോ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. പക്ഷേ ഈ ഇടയായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അധികം അങ്ങോട്ട് വെയിറ്റേജ് കൊടുത്ത് ചോദിക്കാറില്ല. ദെൻ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്, മാർജിനൽ കോസ്റ്റിംഗ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്. അപ്പൊ ഇത്രയാണ് ആ ഒരു അക്കൗണ്ടിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ദെൻ രണ്ടാമത്തെ പോർഷൻ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. കൺസെപ്റ്റ് ആൻഡ് ഫങ്ഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് തിയറി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് സോഴ്സസ് ഓഫ് ഫൈനാൻസ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രമല്ല ഓരോ ഏരിയാസും ഇമ്പോർട്ടന്റ് ആണ്. ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, ടൈപ്സ് ആൻഡ് പ്രോസസ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, ദെൻ ലിവറേജസ്. ഇതും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയാണ്. ഒരു 2-3 സൈക്കിൾസ് ബാക്ക് ഈ ഒരു 3 ടൈപ്പ് ഓഫ് ലിവറേജസ്, ഓപ്പറേറ്റിംഗ്, ഫൈനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലിവറേജ്, ഇതിന്റെ ഫോർമുലാസ് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ EBIT EPS അനാലിസിസ്, ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ആൻഡ് ഇൻഡിഫറൻസ് ലെവൽ. ഇത്രയാണ് യൂണിറ്റ് 4നകത്ത് വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 6. ഇപ്പൊ വാല്യൂ ആൻഡ് റിട്ടേൺസ് വരുന്നുണ്ട്, ക്യാപിറ്റൽ ബജറ്റിംഗ്. ഇതും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ്. ഡിവിഡൻറ്റും അതിന്റെ തിയറീസ് അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മർജേഴ്സ് ആൻഡ് അക്വിസിഷൻ അഗെയിൻ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആ ഒരു റീസ്ട്രക്ചറിങ്, വാല്യൂ ക്രിയേഷൻ, മർജർ, നെഗോസിയേഷൻസ്, ലിവറേജ്ഡ് ബൈ ഔട്ട്, ടേക്ക് ഓവർ ഒക്കെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. അതിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ്, ആ ഒരു ടേക്ക് ഓവർ എന്താണെന്നുള്ളതും അതിന്റെ ടൈപ്സും അതിന്റെ ഡിഫൻസ് മെക്കാനിസം ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ്. ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, അതിൽ തന്നെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസ് മോഡലും APG, ആർബിട്രേഷൻ പ്രൈസ് തിയറി. ദെൻ ഡെറിവേറ്റീവ്സ്, അതിൽ ഓപ്ഷൻസ്, ഓപ്ഷൻ പേ ഓഫ്സ്, ഓപ്ഷൻ പ്രൈസിംഗ്, ഫോർവേഡ് കോൺട്രാക്ട്സ് ആൻഡ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് 5നകത്ത് വരുന്നത്. യൂണിറ്റ് 6ലോട്ട് പോകുമ്പോൾ എഗെയിൻ നമ്മൾ ഇപ്പൊ പറഞ്ഞ 2 യൂണിറ്റും കുറച്ചൊരു അക്കൗണ്ടിങ്, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഇനി തിയറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സമാധാനമാണ് ഇനി വരുന്ന ഏരിയാസ്. 6 വരുമ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ കൺസെപ്റ്റ്, പ്രോസസ്, ഡിസിഷൻ ആൻഡ് ടൈപ്സ്, സ്ട്രാറ്റജിക് അനാലിസിസ്. ഇതിന്റെ ഒരു സ്റ്റെപ്സ് ആസ്വദിച്ച് അതും മുതൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ടും ഒരു 10-12 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ആണ് ഇതെല്ലാം. സ്ട്രാറ്റജി ഫോർമുലേഷൻ, അതിന്റെ സ്റ്റെപ്സ് വരുന്നത്, ടൈപ്സ്, BCG മെട്രിക്സ്, അതൊന്നും നമുക്ക് ഒരിക്കലും ഒമിറ്റ് ചെയ്തുകൊണ്ട് നെറ്റ് എക്സാമിന് പോകാനേ പറ്റാത്ത ഏരിയ ആണ്. ഈ ഒരു അൺസോഫ് പ്രോഡക്റ്റ് മാർക്കറ്റ്, ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതുമാണ്.
ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ ഒരു വാല്യൂ ബേസ്ഡ് അപ്രോച്ച്, വാല്യൂ ചെയിൻ അനാലിസിസ്, ഇതെല്ലാം പ്രപ്പോസ് ചെയ്ത അത് ആരാണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷനോട്ട് വരുമ്പോൾ ചാലഞ്ചസ് ഓഫ് ചേഞ്ച്, ഡെവലപ്പിംഗ് പ്രോഗ്രാം, McKinsey 7S ഫ്രെയിംവർക്ക് അഗെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ യൂണിറ്റ് 6 രണ്ട് ഏരിയാസ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ദെൻ മാർക്കറ്റിംഗ് ആണ് വരുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ദെൻ മാർക്കറ്റിംഗിലോട്ട് വരുമ്പോൾ അതിന്റെ കൺസെപ്റ്റ്, ഓപ്പറേഷൻ, ട്രെൻഡ്സ്, കസ്റ്റമർ വാല്യൂ സാറ്റിസ്ഫാക്ഷൻ, ദെൻ സെഗ്മെന്റേഷൻ, പൊസിഷനിങ് ആൻഡ് ടാർഗറ്റിംഗ്, STP കേട്ടിട്ടുണ്ടായിരിക്കും, അതും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ, അതിൽ പ്രോഡക്റ്റ് മിക്സ് എന്താണ്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സും സ്ട്രാറ്റജീസും, ഇത്രയും ഏരിയാസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പ്ലേസ് ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻ, മാർക്കറ്റിംഗ് ചാനൽസ് ആൻഡ് വാല്യൂ നെറ്റ്വർക്ക്സ്, VMS ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക് ആണെന്ന് പറയാം. ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ടൈപ്പ് അഡ്വർടൈസിംഗും സെയിൽസ് പ്രൊമോഷനും വരുന്നുണ്ട്. ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സും ഒക്കെ NTA സ്ഥിരം ചോദിക്കുന്ന ഏരിയാസ് ആണ്. ഇതിന്റെ ഈ ഒരു മാർക്കറ്റിംഗിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് യൂണിറ്റ് 8 കൺസ്യൂമർ ബിഹേവിയറിലാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൺസ്യൂമർ ബിഹേവിയറും ദെൻ ചെറുതായിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിംഗും കൂടെയാണ് ഈ ഒരു യൂണിറ്റിനകത്ത് വരുന്നത്. സർവീസ് മാർക്കറ്റിംഗും കൂടെ വരുന്നുണ്ട്. ഇവിടെ ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കൺസ്യൂമർ ഇൻഡസ്ട്രിയൽ ബൈയിങ് ബിഹേവിയർ, അതിന്റെ തിയറീസും മോഡൽസും നോക്കുന്നുണ്ട്. ദെൻ ബ്രാൻഡ് മാനേജ്മെന്റ് വരുന്നുണ്ട്. കൺസ്യൂമർ ബിഹേവിയറിന്റെ ഒരു കുഞ്ഞ് ഏരിയ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സബ്സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു ബ്രാൻഡ് മാനേജ്മെന്റ് വരുന്നത്. ഈ ഒരു ബ്രാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിലെ ബ്രാൻഡ് നെയിം ഡിസിഷൻസും ബ്രാൻഡ് എക്സ്റ്റൻഷൻസും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ദെൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇതൊരു കുഞ്ഞ് ഏരിയ ആയിട്ട് വരുന്നുണ്ട്. അല്ലാതെ സപ്ലൈ ചെയിൻ ഡിസൈൻ ആൻഡ് ഡിസൈനിങ് ആൻഡ് മാനേജിങ് സെയിൽസ് ഫോഴ്സ്, ഈ സെയിൽസ് ഫോഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഏരിയാസ് ആണ്. ദെൻ വരുന്നു സർവീസ് മാർക്കറ്റിംഗ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, റീറ്റെയിൽ മാർക്കറ്റിംഗ്, ആ ഒരു മാർക്കറ്റിംഗിന്റെ എമർജിംഗ് ട്രെൻഡ്സ്, പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. യൂണിറ്റ് 8 അഗെയിൻ ഫൈനാൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് സമാധാനിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് യൂണിറ്റ് 8 വന്നിട്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ മാനേജ്മെന്റ് ആണ് വരുന്നത്. അതിൽ നമ്മൾ യൂണിറ്റ് 1 അല്ല, പേപ്പർ 1 നമ്മൾ റിസർച്ച് മെത്തഡോളജിക്ക് അടുക്കത്ത് പഠിക്കുന്ന കുറേ കാര്യങ്ങൾ അതേപോലെ യാതൊരു ഡിഫറൻസും ഇല്ലാതെ അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെയും പഠിക്കുന്നുണ്ട് അല്ലെ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ടൈപ്സ് ഒക്കെ നോക്കുന്നുണ്ട്. ഡേറ്റ കളക്ഷൻ ആൻഡ് ക്വസ്റ്റ്യനറി ഡിസൈൻ, സാമ്പിളിംഗ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പേപ്പർ 1 പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പഠിച്ച് നമ്മൾ വളരെയധികം കംഫർട്ടബിൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അതിനെ റെക്കറിംഗ് ആയിട്ട് ഒന്നുകൂടെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. സെയിം സാധനങ്ങളാണ്, ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നതാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടന്റും ആണ്. ദെൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ് ഇതിന്റെ അടുത്തൊരു ഏരിയ. ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, അതിന്റെ റോൾസ് ആൻഡ് സ്കോപ്പ്, ഫെസിലിറ്റി ലേഔട്ട്, ലൊക്കേഷൻ ആൻഡ് ലേഔട്ട്, ഈ ഒരു ലേഔട്ട് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ERP ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ERP മൊഡ്യൂൾസും ERP ഇംപ്ലിമെന്റേഷനും. ദെൻ ഷെഡ്യൂളിംഗ്, ലോഡിംഗ്, സീക്വൻസിംഗ് ആൻഡ് മോണിറ്ററിംഗ്. ദെൻ ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ്. കൈസൺ, ബെഞ്ച് മാർക്കിംഗ്, സിക്സ് സിഗ്മ, ISO 9000 സീരീസ് ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കാണുന്ന ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ്. ദെൻ ഓപ്പറേഷൻസ് റിസർച്ചിൽ ട്രാൻസ്പോർട്ടേഷൻ, ക്യൂയിങ്, ഡിസിഷൻ തിയറി, PERT CPM, ഇതും അതുപോലെ തന്നെ മറ്റൊരു ഫേവറേറ്റ് ഏരിയ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിച്ച് കാണാറുണ്ട്. ദെൻ യൂണിറ്റ് 9 പോകുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അഗെയിൻ നമ്മൾ വളരെ ഇങ്ങനെ സ്ലോ പേസിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് യൂണിറ്റ് 9 അതിൽ ആ ഒരു ഗ്ലോബലൈസേഷൻ ഇറയിൽ ബിസിനസിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ തിയറീസ് വരുന്നുണ്ട്. തിയറീസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഫോർ ഷുവർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റും അതിന്റെ ഡിഫറെന്റ് മൊഡ്യൂൾസും ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, മൾട്ടിലാറ്ററൽ റെഗുലേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അണ്ടർ WTO, ഇത് നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് WTO. ദെൻ IMF ആൻഡ് വേൾഡ് ബാങ്ക്, ഇതെല്ലാം എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ദെൻ ഇന്റർനാഷണൽ ട്രേഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഡോക്യുമെന്റേഷൻ, ഈ ഒരു ഏരിയയിൽ ഇതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്നതിനപ്പുറം കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കാണാൻ സാധ്യത ഉള്ള ഒരു ഏരിയ. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി, യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, ഇതാണ് അടുത്ത ഏരിയ. ഇന്റർനാഷണൽ ട്രേഡ് കഴിഞ്ഞാൽ, അല്ല ഇന്റർനാഷണൽ ബിസിനസ് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടാമത്തെ ഏരിയ വന്നിട്ട് ഈ ഒരു IT ആണ്. അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ബിഗ് ഡേറ്റ, ഡേറ്റ വെയർ ഹൗസിംഗ്, മൈനിങ് ആൻഡ് നോളജ് മാനേജ്മെന്റ്, ഇതും NTAന്റെ മറ്റൊരു ഫേവറേറ്റ് ടോപ്പിക് ആണ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നതാണ്. അതുപോലെ തന്നെ MIS, DSS, അതുപോലെ എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം, ESS, അത്രയും കാര്യങ്ങൾ. ദെൻ ടെക്നോളജിക്കൽ ചേഞ്ചിന്റെ മാനേജ്മെന്റ്, ഇത്രയാണ് യൂണിറ്റ് 9 വരുന്നത്. അവിടെ നേരെ യൂണിറ്റ് 10 പോകുമ്പോഴത്തേക്കും ഇത് ശരിക്കും ആ ഒരു ഇത് ഒറ്റ കാര്യം മാത്രമേ വരുന്നുള്ളൂ. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ടൈപ്സ്, തിയറീസ് ആൻഡ് പ്രോസസ്, ഡെവലപ്പിംഗ് ഓൺട്രപ്രണോറിയൽ കോമ്പിറ്റൻസീസ്. ദെൻ എന്താണ് ഇൻട്രാപ്രണർഷിപ്പ്, അതിന്റെ കൺസെപ്റ്റും പ്രോസസ്സും. ദെൻ വുമൺ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് റൂറൽ ഓൺട്രപ്രണർഷിപ്പ്,
ഇന്നോവേഷൻ ഇൻ മാനേജ്മെന്റ്, അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്നോവേഷൻസ് ഏതൊക്കെയാണ്, ബിസിനസ് പ്ലാൻ ആൻഡ് ഫീസിബിലിറ്റി അനാലിസിസ്, മൈക്രോ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ, തിക്നെസ് ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസ് ടു സ്മോൾ ഇൻഡസ്ട്രീസ്. ഇത്രയാണ് യൂണിറ്റ് 10-നകത്ത് വരുന്നത്. അപ്പൊ ഈ ഒരു ഫുൾ സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മുടെ കോഡ് 17 ആണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചോണേ. അപ്പൊ നമ്മൾ ഫുൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രോസസ്സുകൾ ഒത്തിരിയും വരുന്നുണ്ട്, കൺസെപ്റ്റുകൾ കുറെ വരുന്നുണ്ട്, ദെൻ ഇതൊക്കെ പ്രപ്പോസ് ചെയ്ത ആൾക്കാരുടെ പേരുകൾ വരുന്നുണ്ട്, ഫോർമുലാസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂണിറ്റ് 10 പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് നമുക്ക് ഒരു ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ നീതി ആയോഗവും ഒക്കെ ക്വസ്റ്റ്യനുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്, മുദ്ര ലോൺസും ഒക്കെ. അങ്ങനെ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മുടെ പഠിക്കുന്ന സിലബസിന് അപ്പുറമുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും നമുക്ക് ചോദിച്ച് കാണാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റ് ഈ ഒരു യൂണിറ്റ് 10 മാത്രമാണ്. ബാക്കിയൊക്കെ ആ ഒരു സിലബസിനെ കവർ ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. പിന്നെ നമ്മൾ ഈ യൂണിറ്റുകളിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും, നമ്മൾ കവർ ചെയ്യും. അത് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. വി കൻ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് സം സർപ്രൈസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആളുകളുടെ പേരുകളും കൺസെപ്റ്റുകളും ഒക്കെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ ലോജിക്കലി ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് പറ്റുന്ന അത്രയും ഇൻപുട്ട് നമുക്ക് ഇടാം. ഇത്രയാണ് സിലബസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. അപ്പൊ കണ്ടോ, ഇത്രയും നമ്മൾ യൂണിറ്റ് 10 വരെ എടുത്തു വെച്ച് നോക്കിയപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി എന്താണ് സാധനം എന്നുള്ളതൊക്കെ. ഒരു പേരുകളെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഫെമിലിയർ ആയി. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും കണ്ടാൽ തന്നെ നമുക്കൊരു സമാധാനം, എനിക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ആളാണല്ലോ, അറ്റ്ലീസ്റ്റ് ദേ ആർ നോട്ട് സ്ട്രേഞ്ചേഴ്സ്. ഇനി അത് നമുക്ക് ഇനി നമുക്ക് അതൊരു സ്ട്രേഞ്ചേഴ്സ് അല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നുള്ള വേർഡിങ്സ് ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ഉറപ്പായിട്ടും ചെയ്യുക. സിലബസ് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് തന്നെ കയ്യിൽ വെച്ചിരിക്കുക. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസ് വരുന്നത്. ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. സോ വി ആർ മൂവിങ് ടു സെഷൻ. ഓക്കെ, ഇനി നമ്മുടെ ഒരു ഡിസംബർ 25 ആ ഒരു ക്വസ്റ്റ്യൻസ് പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 26 എടുക്കാനുള്ള കാരണം നമ്മുടെ ജൂൺ 26 റെസ്പോൺസ് ഷീറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് കുറെ പേര് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ, ഒരു ക്ലിയർ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതെടുക്കാത്തത്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഒരു പേപ്പർ 1-ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഒരു 5 ക്വസ്റ്റ്യൻസും, പേപ്പർ 2-ലെ എല്ലാ യൂണിറ്റ്സിനും ഈക്വൽ വെയിറ്റേജ് ആണ് കേട്ടോ. ചിലർ ചോദിക്കാറുണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണെന്നൊക്കെ. അങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ആ ഒരു സിലബസ് നമുക്ക് തന്നിട്ടുള്ളത് ഇതാണ്. അതിലെ എല്ലാ യൂണിറ്റ്സും എല്ലാ കൺസെപ്റ്റുകളും അതിലെ ഓരോ വേർഡ്സും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാനിപ്പം സിലബസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ചില ഏരിയാസ് ഒക്കെ പറഞ്ഞില്ല അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന്. അത് പറയാനുള്ള റീസൺ കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആ ഒരു കൺസെപ്റ്റ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ അതിന് സ്പെഷ്യൽ വെയിറ്റേജ്, അതിന് അത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാത്ത ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് അല്ല എന്നൊരു മീനിങ് അതിനില്ല. എല്ലാ യൂണിറ്റ്സിനും ഈക്വൽ വെയിറ്റേജ് ആണ് കിട്ടുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്, നമുക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്, ഡിവൈഡഡ് ബൈ 10 യൂണിറ്റ്സ്, അപ്പം ഈസ് ഈക്വൽ ടു 10 ആണ്. ഓരോ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ 10 ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഒരു 8 to 12 വരെ പോകാം. മേ ബി 8 ആകാം, അല്ലെങ്കിൽ മാക്സിമം 12. അതിനപ്പുറം ഏറ്റക്കുറച്ചിലുകൾ വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡിസംബർ 25 ആ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വന്നത്. യൂണിറ്റ് 1-ൽ നിന്ന് 11 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. യൂണിറ്റ് 2-ൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിറ്റ് 3-ൽ 6 ക്വസ്റ്റ്യൻസ് പ്ലസ് 7 ക്വസ്റ്റ്യൻസ് പ്ലസ് 5 നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷന്. 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അറിയാലോ നിങ്ങൾക്ക്. പാസേജ് ക്വസ്റ്റ്യൻസ് 2 പാസേജ്, അനുബന്ധിച്ച് 5+5 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഈ ഒരു 3rd മൊഡ്യൂളിൽ നിന്നാണ്. 4th ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 5th നിന്ന് 11 ക്വസ്റ്റ്യൻസ്, 6-ൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്, 7-ൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ്, 8-ൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 9-ൽ നിന്ന് 5+7 എന്നുള്ള 5+7 ആണ്. ഒരു റീഡിംഗ് കോംപ്രഹെൻഷനും അല്ലാതെ 7 ക്വസ്റ്റ്യൻസും, യൂണിറ്റ് 10-ൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ആ ഒരു 25-ലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് എല്ലാ യൂണിറ്റ്സും എടുത്തിട്ടില്ല. നമ്മുടെ യൂണിറ്റ് 1-ൽ നിന്ന് ആ ഒരു ഡിസംബർ 25-ൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയായിരുന്നു: പ്രൈസ് ഡിറ്റർമിനേഷൻ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, കിങ്ഡ് ഡിമാൻഡ് കർവ്, കോർപ്പറേറ്റ് ഗവേണൻസ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്,
types of retail stores, market structures, then controlling, national income, management theories, law of DMU, budget line. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 25 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ മാറി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി വരാൻ പറ്റും. ഇതുണ്ട് മാനേജ്മെന്റ് തിയറീസ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും സെയിം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും വരുന്നതാണ്. മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫോർ ഷുവർ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ആ ഒരു ഫംഗ്ഷൻസ് ഇല്ല, ആ ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻസ് 5 എണ്ണത്തിൽ നിന്ന് എല്ലാ ഏരിയാസും ടച്ച് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ സിലബസും ഒക്കെ പറഞ്ഞു, നമ്മുടെ യൂണിറ്റ് 1 ചില കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 1 പറഞ്ഞില്ല, ഒരു ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് സ്റ്റാഫിംഗ് വരുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആ ഒരു സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സിനകത്തും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്തും നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറയാം. മാനേജ്മെന്റ് തന്നെ അങ്ങനെയാണല്ലോ അല്ലെ, പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് പഠിക്കുന്നു, അതിന്റെ ഒരു പാർട്ടായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് നമ്മൾ കാണുന്നതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സും ഒക്കെ. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പം എല്ലാ യൂണിറ്റ്സിലെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് ആ ഒരു 25 എക്സാം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മളൊരു സ്പോട്ട് അനാലിസിസ് നടത്തുക എന്നുള്ളത് ഒരു ബിസിനസ് സ്പോട്ട് അനാലിസിസ് നടത്തുന്നത് പോലെ തന്നെ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിത് നടത്തേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓരോരുത്തരും റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ നടത്തുന്ന അല്ലെങ്കിൽ എന്റെ സ്പോട്ട് അനാലിസിസ് പോലെ ആയിരിക്കത്തില്ല നിങ്ങളിൽ ഓരോരുത്തരും നടത്തുന്ന സ്പോട്ട് അനാലിസിസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ സ്പെഷ്യലൈസേഷൻ MBAയുടെ എന്റെ സ്പെഷ്യലൈസേഷൻ ഓപ്പറേഷൻസും HR ആയിരുന്നു. ഞാൻ എന്നാൽ ഇപ്പൊ PhD ചെയ്യുന്നത് മാർക്കറ്റിംഗിലാണ്. അപ്പം ഈ ഒരു യൂണിറ്റ് കാണുമ്പോൾ എനിക്ക് സന്തോഷം തരുന്നത് ഈ 3 ഏരിയാസും ആയിരിക്കും. കാരണം ഞാൻ 2 വർഷം പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സുകളിൽ ഞാൻ അതെല്ലാം കേട്ടിട്ടുണ്ട്, ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. തന്നെ ഞാനിപ്പോ PhD ചെയ്യുമ്പോൾ എന്റെ ടോപ്പിക്കുമായിട്ട് ഞാൻ കുറച്ചധികം റിലേറ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ എനിക്ക് നോർമലി ആ ഒരു സിലബസ് കാണുന്ന സമയത്ത് എനിക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുന്ന, എനിക്ക് മറ്റേ ഫ്രണ്ട്സ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഇതെല്ലാം ആയിരിക്കും. ഇനി നിങ്ങൾ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എല്ലാം നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഇയറിലല്ലേ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട്, സെക്കൻഡ് ഇയറിലാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുക്കുന്നത്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ വരുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആണ്. എന്നാൽ ചില ഏരിയാസ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പാസ്സാകാൻ വേണ്ടി മാത്രം പഠിച്ചിട്ടുള്ള ചില യൂണിറ്റ്സുകൾ ഒബ്വിയസ്ലി ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നതെല്ലാം എന്റെ വീക്ക്നെസ് ആണ്, എനിക്ക് അറിയാവുന്നതെല്ലാം എന്റെ സ്ട്രെങ്തുമാണ്. അപ്പം ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ അവിടുത്തെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? സ്ട്രോങ് യൂണിറ്റ്സ് ഓർ സബ്ജക്ട്സ്, ടോപ്പിക്സ്, അവൈലബിൾ റിസോഴ്സസ്. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ യൂണിറ്റ്സ് ആകാം, സബ്ജക്ട്സ് ആകാം, അല്ലെങ്കിൽ ടോപ്പിക്സ് ആയിരിക്കും. ഇപ്പൊ മാർക്കറ്റിംഗിൽ തന്നെ എന്റെ PhD സ്പെസിഫിക് ഏരിയ കൺസ്യൂമർ ബിഹേവിയർ ആണ്. അതിലെനിക്ക് കൂടുതൽ അറിയാവുന്നതും കൺസ്യൂമർ ബിഹേവിയർ തന്നെ ആയിരിക്കും. അതെന്റെ സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ മാർക്കറ്റിംഗ് കുറച്ചും കൂടെ ഞാൻ കംഫർട്ടബിൾ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ടൈം ടേബിൾ ഷെഡ്യൂളും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും അല്ലെ, നോർമലി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിൽ ഞാൻ ഇതിന് കുറച്ച് സമയം കൊടുത്തിട്ട് എനിക്ക് വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സിന് അല്ലെങ്കിൽ ഏരിയാസിന് വേണം ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒരു 5-6 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 6-7 വർഷം മുന്നേ പ്രിപ്പയർ ചെയ്തിരുന്ന നെറ്റിന് പ്രിപ്പയർ ചെയ്തിരുന്ന ആളുകളെക്കാളും കൂടുതൽ നമുക്കിപ്പോൾ ഒത്തിരി റിസോഴ്സസ് അവൈലബിൾ ആണ്. യൂട്യൂബിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള MCQസും PYQസും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. I+ നിങ്ങൾക്ക് ഒത്തിരി റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്കുള്ള സ്ട്രെങ്ത്തുകളാണ്. ഓക്കെ, അപ്പം ഇതൊന്നും അറിയാത്ത ആളുകളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അതെല്ലാം നമുക്കുള്ള സ്ട്രെങ്ത് ആണ് ആക്ച്വലി. ഓക്കെ, ഇതിൽ തന്നെ നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളിപ്പം നേരത്തെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മേ ബി നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഓൾറെഡി കാണും. അത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അതിന് നിങ്ങൾ ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്തെടുത്താൽ മാത്രം മതിയായിരിക്കും. ദെൻ വീക്ക്നെസ്സിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വീക്ക് ആയിട്ടുള്ള നമ്മുടെ യൂണിറ്റ്സ്, സബ്ജക്ട്, ടോപ്പിക്സ്, ലാക്ക് ഓഫ് ഗൈഡൻസ്, ലാക്ക് ഓഫ് റിസോഴ്സസ്. നമുക്ക് എവിടെയെങ്കിലും ഗൈഡൻസ് മിസ് ആകുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നുവാണെങ്കിൽ അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. ഇപ്പം നമ്മൾ ഫ്രീ കോഴ്സിലാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരിക്കും. അതൊരു വീക്ക്നെസ് ആണ്. അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു വഴി കണ്ടുപിടിക്കുക. ദെൻ ലാക്ക് ഓഫ് റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കുറവാണ്, ഞാൻ സ്വന്തമായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അതിനോട് ചേർന്ന് എനിക്ക്
പറയാനുള്ള മറ്റൊരു കാര്യമാണ്, നമുക്ക് ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ എൻറോൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇവിടെ എഗെയിൻ എന്റെ സ്ട്രെങ്ത് ആയിരിക്കും നിങ്ങളുടെ വീക്ക്നെസ്. അപ്പം എന്റെ സ്ട്രെങ്ത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ എന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് വളരെ അധികം അറിയാവുന്ന ഏരിയാസ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യത്തില്ല, ഞാൻ അത് മാറ്റി വെക്കും. അറിയാമല്ലോ, അപ്പം അഗെയിൻ ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന് വിചാരിക്കും. പക്ഷെ അത് നിങ്ങളുടെ വീക്ക്നെസ് ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ സ്ട്രെങ്ത്തും വീക്ക്നെസ്സിനും എല്ലാം അനുസരിച്ചിട്ട് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ മാക്സിമം സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? സിമിലർ എക്സാം പാറ്റേൺ, PYQs ആൻഡ് MCQs, ഡൗട്ട് ക്ലിയറിംഗ്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാം പാറ്റേൺ, ഈ ഒരു സിലബസും പാറ്റേണും ഒന്നും അടുത്തൊന്നും മാറിയിട്ടില്ല. അപ്പൊ നമുക്ക് കുറെ റിസോഴ്സസ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ഫെമിലിയർ ആണ്, ഈ സിസ്റ്റമായിട്ട് നമ്മൾ ഫെമിലിയർ ആണ്. ദെൻ കുറെ PYQസും MCQസും ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്, അതും നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ദെൻ ഡൗട്ട് ക്ലിയറിംഗിനുള്ള ഒരു അവസരം നമുക്കുണ്ട്, അതെല്ലാം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ദെൻ ത്രെഡ്സ് എന്തൊക്കെയാണ്? ന്യൂ കൺസെപ്റ്റ്സ് ആൻഡ് ടോപ്പിക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത, നമുക്ക് യാതൊരു ഇതും ഇല്ലാത്ത കുറെ ഏരിയാസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് ടൈം, അത് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ടൈം കിട്ടുന്നില്ല എന്നുള്ളത്. അത് നമ്മൾ കുറെ എക്സാം ഇൻ ദ സെൻസ് നമ്മൾ എന്താണ് ഈ PYQസും മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്താൽ മാത്രമായിരിക്കും നമുക്കത് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നത്. അതും നമ്മൾ ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. ദെൻ ജോബ് ഓർ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ വേറെ എന്തെങ്കിലും എൻഗേജ്മെന്റ്സ് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലത്തെ കുറച്ച് പ്രശ്നങ്ങൾ. ഇപ്പം ഒരു എൻഗേജ്മെന്റ് ഇല്ലാത്ത ആൾക്കാർക്ക് മേ ബി ഒരു ദിവസം 6-7 മണിക്കൂറൊക്കെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആയിരിക്കും പഠിക്കാൻ പറ്റുന്നത്. അതിന് യാതൊരു പ്രശ്നമില്ല. നമ്മൾ കുറേ ഒന്നിച്ച് പഠിക്കണം എന്നൊന്നുമില്ല, നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ വരുന്ന ഒരു കാര്യം. എല്ലാ ദിവസവും നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ എൻഷുർ ചെയ്യുക. അതിന് ഒത്തിരി വേണം എന്നുള്ളത് ഒരു രീതിയിലും മാൻഡേറ്ററി അല്ല. നമുക്ക് 26 എക്സാം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത എക്സാം എഴുതിയെടുക്കും. നമ്മൾ വളരെ പതുക്കെ നമ്മുടെ ഗോളിലോട്ട് എത്തുക. പക്ഷെ നമ്മൾ മൂവ് ചെയ്യാതെ ഇരിക്കരുത്. അമ്മയുടെ മുയലിന്റെ കഥയൊക്കെ അറിയാലോ, അതുപോലെ തന്നെയാണ് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും നിങ്ങൾ എൻഷുർ ചെയ്യുക. ആ ഒരു കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വെക്കരുത്. നമ്മളിപ്പം ചില കാര്യങ്ങളൊക്കെ ആദ്യം ഭയങ്കര ആവേശത്തോടെ തുടങ്ങും, പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തി പോവാറില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് മാത്രം കൊണ്ടെത്തിക്കരുത്. എല്ലാ ദിവസവും കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഏരിയ പ്ലാൻ ചെയ്ത് അത്രയും തീർക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നെറ്റ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാക്സിമം എൻഷുർ ചെയ്യുക. ദെൻ HECA, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട്. അതും നമുക്കൊരു ത്രെറ്റ് ആണ്. അത് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു ത്രെറ്റ് അല്ല, എന്നാലും വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു SWOT അനാലിസിസ്. അപ്പൊ ഇത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കുക. ഇനി ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സിലബസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം അറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. എനിക്ക് അങ്ങനെയാണ്. ഈ ഒരു 10 യൂണിറ്റും കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിലിപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് HRM ഭയങ്കര ഇഷ്ടമാണ്, അത് എനിക്ക് പഠിക്കുമ്പോൾ കുറച്ചൊരു സ്പീഡിൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് ആ ഏരിയ തീർത്ത് വെക്കുക. അപ്പൊ പിന്നെ നമുക്ക് പാടുള്ള യൂണിറ്റ്സിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അറിയാവുന്ന കാര്യം മാത്രം റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ കാര്യം ആദ്യം പഠിക്കുക, മറ്റേത് നമുക്ക് കുറച്ചെങ്കിലും അറിയാമല്ലോ എന്ന് വിചാരിച്ച് അത് പിന്നത്തേക്ക് മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കിയിട്ട് വേണം ഇതിലോട്ട് പോകാനായിട്ട്. ഓക്കെ, നമ്മുടെ യൂണിറ്റ് വൈസ് ആക്ഷൻ പ്ലാൻ നമ്മൾ പറഞ്ഞു 10 യൂണിറ്റ്സ് നമുക്ക് വരുന്നു. അപ്പൊ അതിന് ഓരോ യൂണിറ്റിനെയും നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിപ്പുലേറ്റഡ് ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. നമുക്ക് ഒരു യൂണിറ്റ് ഇപ്പം ഫസ്റ്റ് യൂണിറ്റ് പറഞ്ഞില്ല, അതിൽ ആ ഒരു മാനേജ്മെന്റ് നമ്മൾ തീർക്കാൻ എടുക്കുന്ന അത്രയും സമയം വേണ്ട, അതിൽ ആ ഒരു എത്തിക്കൽ ഗവേണൻസ് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഒരു എത്തിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതലധികം സമയം വേണം നമുക്ക് മാനേജറിയൽ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതുപോലെ ഓരോ യൂണിറ്റിനകത്തുള്ള പോർഷൻസിന്, അതുപോലെ ഓരോ യൂണിറ്റിന് ഫസ്റ്റ് യൂണിറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം നമുക്ക് വേണം ആ ഒരു അക്കൗണ്ടിങ്ങും ഫൈനാൻഷ്യൽ മാനേജ്മെന്റും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ പഠിച്ചെടുക്കാനായിട്ട്. അപ്പം എല്ലാ യൂണിറ്റ്സിനും 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്നുള്ളത് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യരുത്. നമുക്ക് പഠിക്കാൻ കൂടുതൽ സമയം വേണ്ട യൂണിറ്റ്സിന് കൂടുതൽ സമയം കൊടുക്കുക, അല്ലാത്ത യൂണിറ്റ്സിന് കുറച്ച് സമയം കൊടുക്കുക, അങ്ങനെ അലോട്ട് ചെയ്യുക. ദെൻ റിസോഴ്സസ് ഓരോ യൂണിറ്റിനും, ചില യൂണിറ്റ്സ് നമുക്ക് ബുക്സ് റെഫർ ചെയ്താലായിരിക്കും കൂടുതൽ മനസ്സിലാവുന്നത്, ചിലത് നമ്മൾ ജസ്റ്റ് ക്ലാസ് കേട്ടാൽ മാത്രം മനസ്സിലാകും. എന്നാൽ ചില ഏരിയാസ് വെറുതെ കുറച്ച് 10 MCQs ചെയ്താലായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള ഏരിയാസ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇപ്പം സ്റ്റാറ്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അക്കൗണ്ടിങ് അതുപോലുള്ള ഏരിയാസിൽ നിന്ന് മിക്കപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. എന്നാൽ മാനേജ്മെന്റ് തിയറീസും
സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നിന്നൊക്കെ ഈ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമ്മുടെ ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ഇതെല്ലാം നമ്മൾ നോക്കി പറഞ്ഞാണ് പോകുന്നത് കേട്ടോ. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മനസ്സിലാവുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഗൈഡൻസ്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണോ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആരൊക്കെയാണോ, അവരിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ഗൈഡൻസ് എടുക്കാനായിട്ട് യാതൊരു മടിയും വിചാരിക്കരുത്. നിങ്ങൾ ഒരു റാൻഡംലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിൽ ആൻസർ വന്നതിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, അപ്പൊ തന്നെ ചോദിച്ചു നോക്കാം. ആ ഡൗട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ChatGPT, ജെമിനി പോലുള്ള ഒത്തിരി AI പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് MCQs ഫ്രീ ആയിട്ട് നിങ്ങൾ ഇരിക്കുവാണ്. ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ChatGPT ഒരു ടോപ്പിക് കൊടുത്തിട്ട് അതിൽ നിന്ന് ടഫ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് തരാൻ പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു സമയം ഇല്ല എന്നുള്ള കാര്യത്തിനും അല്ലെങ്കിൽ റിസോഴ്സ് ഇല്ല എന്നുള്ള വെറും എക്സ്ക്യൂസ് ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കരുത്. നിങ്ങൾ ഈ റിസോഴ്സസ് എല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി അതുപോലെ മറ്റൊരു കാര്യമാണ്, വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ യൂട്യൂബില് ചില ചാനലുകളിൽ I+ന്റെ ആണെങ്കിൽ തന്നെ നമുക്ക് കുറെ ഷോർട്സ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യാതിരിക്കുക. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് അങ്ങ് ഇറങ്ങും. ഡീപ്പായിട്ട് നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് ഇതിലോട്ട് ഇറങ്ങും. വെറുതെ ഒരു എക്സാം അല്ലെങ്കിൽ വെറുതെ ഒരു നെറ്റ് കിട്ടുക എന്നതിനപ്പുറം നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇത് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അവിടെ തൊട്ട് നമ്മൾ ഇതിനോട് ചേർന്ന് നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് നമുക്ക് നെറ്റ് കിട്ടാനുള്ള, അല്ലെങ്കിൽ നെറ്റ് എന്നതിനേക്കാളും JRFലോട്ടൊക്കെ നമ്മൾ എത്തുന്നത് ആ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം കിട്ടുന്ന സമയം നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നെറ്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതല്ല, മറ്റുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ വെയിറ്റേജ് ഈ ഒരു നെറ്റ് എന്നുള്ളൊരു കാര്യത്തിന് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. മാക്സിമം റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. ദെൻ ഡിഫിക്കൽട്ട് യൂണിറ്റിൽ അതുപോലെ ഡിഫിക്കൽട്ട് സബ്ജക്ട്സ്, ഡിഫിക്കൽട്ട് ഏരിയാസ് എല്ലാം നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഷോർട്ട് നോട്ട്സ് ആൻഡ് ഫോർമുലാസ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഈ ഒരു IAS എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ആദ്യം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു നോട്ട്ബുക്ക് നിറയെ നമ്മൾ അതിനെ പറ്റിയിട്ടായിരിക്കും എഴുതുന്നത്. നമ്മൾ അതൊന്നും കൂടെ റിവൈസ് ചെയ്യുന്ന സമയത്ത് അതൊരു 2-3 പേജിൽ ഒതുങ്ങും. എഗെയിൻ റിവിഷൻ നടത്തിയിട്ട് എക്സാമിന്റെ തലേന്ന് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരൊറ്റ പേപ്പറിൽ നമുക്ക് അതെല്ലാം എഴുതാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ മാനേജ്മെന്റ് തിയറീസ് എന്ന് പറയുമ്പോൾ കുറേ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, കുറേ തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ ആദ്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ഫുൾ നോട്ട്സ് ആയിട്ട് നമ്മളിങ്ങനെ പഠിച്ച് വെക്കേണ്ടി വരും. ദെൻ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ അതിലൊരു മെയിൻ പോയിന്റ് മാത്രം റിലേറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് മനസ്സിൽ വരും. ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഫോർമുലാസും അതുപോലെ തന്നെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഫുൾ നെറ്റിന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് ഈ ഫോർമുലാസ് ഒക്കെ ജസ്റ്റ് ഒരു പേപ്പറിലൊക്കെ എഴുതി ഒട്ടിക്കുക. ഇടയ്ക്കിടയ്ക്ക് അതിലോട്ട് നോക്കി ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാനൊക്കെ ട്രൈ ചെയ്യുക. ദെൻ കൺസെപ്ച്വൽ ക്ലാരിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ. കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആ മാനേജ്മെന്റ് തിയറീസ് ഫോർ എക്സാമ്പിൾ പഠിക്കുന്ന സമയത്ത് 2 തിയറീസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് നോക്കുക. സയന്റിഫിക് മാനേജ്മെന്റിൽ നിന്ന് ഫയോള് പറഞ്ഞ മാനേജ്മെന്റ് എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിന് എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്, അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ എന്ത് മാറ്റമാണ് അതിന് പറ്റിയത്. ഇങ്ങനെ കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ പഠിക്കുക. ഇനി വരുന്ന കുറെ കാര്യങ്ങൾ തിയറീസ് പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് മാർക്കറ്റ് സ്ട്രക്ചർ, ഒളിഗോപ്പൊളിയും മൊണോപ്പൊളിയും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് സിമിലാരിറ്റി വരുന്നത്, എന്തൊക്കെ ഡിഫറൻസ് വരുന്നു, അങ്ങനെ കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തി നമ്മൾ പഠിക്കുക. ദെൻ നമുക്ക് എന്നാൽ എക്സാമിന് വേണ്ടത് ഈ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി അല്ല, കാരണം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല എഴുതാൻ പോകുന്നത്. അതിന് നമുക്ക് ആപ്ലിക്കേഷൻ നോളജ് വേണം. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നോളജ് കിട്ടുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ മാക്സിമം MCQസും PYQസും നിങ്ങൾ ചെയ്യുക. അതിന് യാതൊരുവിധ മടിയും വിചാരിക്കരുത്. കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തി നമ്മൾ ഈ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചധികം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ വളരെയധികം നല്ലതുപോലെ പഠിച്ചാൽ, നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് തുടങ്ങിയാലല്ലേ, ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ പഠിച്ചാൽ മാത്രമേ നമ്മളൊരു എക്സ്പെർട്ട് ഡ്രൈവർ ആവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ. നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം എന്ന് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് അത് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ MCQസും PYQസും എല്ലാം മാക്സിമം ചെയ്താലേ പറ്റുള്ളൂ. ദെൻ ഫോക്കസ് ഓൺ വാട്ട് യു നോ, നോട്ട് വാട്ട് യു ഡോണ്ട്. നമുക്ക് എന്തറിയാം എന്നുള്ളതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലാതെ അറിയാത്തതിനെ പറ്റി ടെൻഷൻ അടിച്ച് സമയം കളയരുത്. എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇതാണ്. അതായത് നമുക്ക് 10 യൂണിറ്റ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളതൊരു ലൂപ്പ് ഹോൾ ആയിട്ട് കാണരുത്.
നമുക്കിപ്പോ JRF ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കട്ട് ഓഫ് പ്രീവിയസ് ഇയറുകളിലെ കട്ട് ഓഫുകൾ എത്രയായിരുന്നു എന്നുള്ളതൊന്ന് എടുത്ത് നോക്കുക. അതിൽ തന്നെ ഗെയിം നമ്മുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ജനറൽ കാറ്റഗറി ആണോ, അതിൽ തന്നെ ഞാൻ EWS ആണോ, ദെൻ എന്താ ഞാൻ SC ST ആണോ, പിന്നെന്താ മറ്റ് വേറെ ഏതെങ്കിലും കാറ്റഗറി ആണോ എന്നുള്ളത്, ഞാൻ OBC ആണോ, PWD ആണോ, അങ്ങനെ എന്റെ കാറ്റഗറി ഏതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളിലായിട്ട് ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയുടെ കട്ട് ഓഫ് സ്കോർ എത്രയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു EWS കാറ്റഗറി ആണെന്ന് വിചാരിക്കുക. അപ്പൊ കഴിഞ്ഞ വർഷം JRFന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന് അന്നുണ്ടായിരുന്ന ഒരു കട്ട് ഓഫ് സ്കോർ 200 ആണ് എന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പൊ അതിന് മുന്നത്തെ വർഷം അതൊരു 196 194 ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു 202 ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു സ്കോർ 210 214 15 ആയിരിക്കണം. അപ്പം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതിനേക്കാളും ഒരു 10 മാർക്ക് കൂടെ അഡീഷണൽ ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് വേണം ഞാൻ പഠിക്കാനായിട്ട്. അപ്പം എന്റെ EWS കാറ്റഗറിയിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്കോർ 210 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഔട്ട് ഓഫ് 300 എനിക്ക് വേണ്ടത് 210 ആണ്. ബാക്കി 90 മാർക്ക് അവിടെ കിടപ്പുണ്ടല്ലേ. ആ 90 മാർക്ക് എന്ന് വെച്ചാൽ 45 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 45 ക്വസ്റ്റ്യൻ തെറ്റിയാലും പ്രശ്നമില്ല എന്നുള്ളതാണ് അത് തരുന്നൊരു ഒരു ഇൻപുട്ട്. അപ്പൊ എനിക്ക് വളരെ ടെൻഷൻ അടിച്ച് എനിക്ക് തീരെ മനസ്സിലാക്കാത്ത ഏരിയാസ് ഞാൻ ഒത്തിരി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഫൈനാൻസിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണ്. എനിക്കത് എത്ര പഠിച്ചിട്ട് അതിൽ ഒരു റേഷ്യോസ് ഞാൻ കുറേ ദിവസം ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ആ ഏരിയാസിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സമയം കളയേണ്ട ആവശ്യമില്ല. ഐ ഹാവ് ദ പ്രൊവിഷൻ ടു സ്കിപ്പ് ദാറ്റ് ടോപ്പിക്. അതിന് പകരം എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, എനിക്ക് ഇഷ്ടമുള്ള ഏരിയാസിൽ നിന്ന് മാർക്ക് പോകുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്തുകൊണ്ട് എനിക്ക് തീരെയും പറ്റാത്ത ഏരിയാസ് എനിക്ക് സ്കിപ്പ് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്തറിയാം എന്നുള്ളതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൽ നിന്ന് സ്കോർ മിസ്സായി പോകുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പൊ നിങ്ങൾ എപ്പോഴും ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എത്രയാണ് എന്റെ ടാർഗറ്റ് സ്കോർ എന്നുള്ളത് സെറ്റ് ചെയ്യുക. അത് നമ്മുടെ കാറ്റഗറി പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് സ്കോർ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അതിനോടൊപ്പം ഒരു 10 മാർക്ക് കൂടെ അഡീഷണൽ എപ്പോഴും വെക്കുക. അതാണ് എപ്പോഴും ബെറ്റർ. എന്നിട്ട് നമുക്ക് അറിയാവുന്ന ഏരിയാസിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കുക. എന്ന് വെച്ചിട്ട് അറിയാത്ത ടോപ്പിക്സ് വിടണം എന്നല്ല ഞാൻ പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം പഠിക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ തീരെയും പറ്റുന്നില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ദിവസം 3 ദിവസം എടുക്കുന്നു, എനിക്ക് ഭയങ്കര കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താലും എനിക്ക് 2 മാർക്കാണ് കിട്ടുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്താലും എനിക്ക് 2 മാർക്ക്, അറിയാവുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താലും 2 മാർക്കാണ്, ഈക്വൽ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പഠിച്ച് ഇതിനുള്ള സമയം കളയരുത് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ JRFനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഏരിയാസ് കവർ ചെയ്യാൻ ട്രൈ ചെയ്യുക. നെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഏരിയാസ് സ്കിപ്പ് ചെയ്താലും പ്രശ്നം വരുന്നില്ല. ഓക്കെ, നമുക്ക് സ്റ്റഡി റിസോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് റിസോഴ്സസ് കിട്ടുന്നത്? ബുക്സിൽ നിന്നുണ്ട്, ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, PYQs ഉണ്ട്. നമ്മുടെ ആപ്പിൽ തന്നെ കുറെ MCQs ഒക്കെ കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങൾ മിസ്സാകാതെ ചെയ്യണം. മിസ്സാക്കുകയേ ചെയ്യരുത്. നിങ്ങൾ ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അത് വലിയ പ്രശ്നമല്ല. കാരണം നിങ്ങൾക്ക് അത് റെക്കോർഡിംഗ് കേൾക്കാനുള്ള ഒരു പ്രൊഫഷൻ ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ ആ ഒരു റെക്കോർഡിംഗ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ആ ഒരു MCQസും PYQസും ആ ഒരു സെഷൻ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ദിവസവും ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യുന്നുണ്ട്. ഏറ്റവും മിനിമം 10 ക്വസ്റ്റ്യൻ എങ്കിലും ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട്. ഇനി സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? വെറുതെ സോൾവ് ചെയ്ത് ഞാൻ 10 സോൾവ് ചെയ്തു, കറക്കി കുത്തിയിട്ട് എനിക്ക് 10 ശരിയായി, ആഹാ കൊള്ളാം എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾക്ക് അറിയാം ആ ടോപ്പിക്ക് നിങ്ങൾ വളരെയധികം ഓക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് 10ൽ 10 കിട്ടിയെന്നുണ്ടെങ്കിൽ ഗുഡ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്കി കുത്തിയിട്ടാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ശരിയായത്, എന്തുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ആൻസർ വന്നത് എന്നുള്ളത് പോയി നോക്കുക. എന്നാൽ മാത്രമേ നമ്മൾ 10 പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ 10 വെറുതെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല. ഇനി എനിക്ക് 10ൽ 5 കിട്ടിയത്, 10ൽ 5 കിട്ടിയെന്നുണ്ടെങ്കിൽ എനിക്ക് 5 ക്വസ്റ്റ്യൻ തെറ്റാനുള്ള റീസൺ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നത്, ബാക്കി 3 ഓപ്ഷൻസ് എന്തായിരുന്നു, ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. നിങ്ങൾ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ധൃതി കാണിച്ച് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കുന്ന ഓരോ കൺസെപ്റ്റുകളും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആക്കി മാത്രം ഇതേപോലെ MCQs ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇപ്പൊ കുറെ സൈക്കിൾസിൽ 2019 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു വർഷം തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ട്. അപ്പൊ മാക്സിമം എല്ലാ ആഴ്ചയിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇൻ ദ സെൻസ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലേ,
2019 ജൂൺ സൈക്കിളിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇരുന്ന് സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഇരുന്ന് ട്രൈ ചെയ്യരുത്, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ആ ഒരു എക്സാം കണ്ടീഷനിൽ 2 മണിക്കൂർ നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം വന്നിരിക്കാനായിട്ട്. വെള്ളമൊക്കെ കയ്യിലെടുത്ത് വാഷ്റൂമിലൊക്കെ പോയി വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നുള്ളതെല്ലാം എൻഷുർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു എക്സാം ഹാളിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു PYQ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പൊ ഇത് നമുക്ക് ആ ഒരു എക്സാം ഹോളുമായിട്ട് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ആ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ടാർഗറ്റ് സ്കോർ നമ്മൾ സെറ്റ് ചെയ്യുക, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ള, നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ്, എനിക്ക് ശരിക്കും നമ്മുടെ അലൻ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമായിരുന്നു കേട്ടോ അത്. നമ്മളെല്ലാവരും ടൈം ടേബിൾ സെറ്റ് ചെയ്യും, ഓരോ ദിവസത്തെ ടൈം ടേബിൾ. ചിലരൊക്കെ ഉണ്ട് ഈ സമയം 7 to 8 ഇന്ന ടോപ്പിക്സ് തീർക്കും, ദെൻ 8 to 9 ഇന്ന ടോപ്പിക്സ് തീർക്കും, ദെൻ 8 to 8:05 ബ്രേക്ക്, അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ എത്രത്തോളം നിങ്ങൾ അത്രയും പാഷനേറ്റഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫൈൻ. എനിക്കൊന്നും വർക്ക് ആവാത്തൊരു കാര്യമാണത്. നമ്മളൊക്കെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ ആയി പോകും, അല്ലെ നമ്മുടെ എനർജി ഡ്രെയിൻ ആയി പോകും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വേണം. ഒരു 40 മിനിറ്റ് നമ്മൾ പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഒക്കെ ബ്രേക്ക് എടുത്തിട്ട്, ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് വെറുതെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും തുറക്കരുത്. നമ്മൾ 5 മിനിറ്റ് എന്നുള്ളത് 50 മിനിറ്റ് ആയാലും നമ്മൾ അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാനോ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കുക, പിന്നെയും പഠിക്കാൻ വരിക. പിന്നെ അതുപോലെ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വീക്ക്ലി ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അത് ഭയങ്കര എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ അതിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ സ്വയം സ്ട്രെസ്ഡ് ആക്കുന്നില്ല. ഒരാഴ്ച കൊണ്ട് ഞാൻ ഇത്ര ഏരിയാസ് കവർ ചെയ്യും, അങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം പറ്റിയില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ മൂഡ് ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ശരിയല്ല, ആ ഏരിയ നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസം നിങ്ങൾ ആ ഏരിയയും കൂടെ ചേർത്തിട്ട് കവർ ചെയ്യുക. അങ്ങനെ വീക്ക്ലി ടാർഗറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് നമ്മൾ അതിലോട്ട് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ എല്ലാ ദിവസവും ഒരു 3 to 4 hours പഠിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം മാറ്റി വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതിന് വേണ്ടി ട്രൈ ചെയ്യുക. ഇനി പറ്റുന്നില്ല, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ വരുന്നത്, അങ്ങനെ അല്ലെങ്കിൽ പഠിക്കുന്നവരാണ്, അങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട ആൾക്കാരാണ്, അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ എന്തെങ്കിലും പഠിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ദെൻ ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ പേപ്പർ 1 and പേപ്പർ 2. ചില ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആണ്, പേപ്പർ 2 ഇങ്ങനെ പഠിച്ചു പോകും, പേപ്പർ 1 അത്രത്തോളം വെയിറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അത് വളരെയധികം നമുക്ക് വരുന്നൊരു എന്താണ് പറയുക തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പേപ്പർ 1 പേപ്പർ 2 ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് പഠിക്കുക. കാരണം നമ്മുടെ നെറ്റും JRF ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ പേപ്പർ 1 വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് അതിലും സെയിം ഇമ്പോർട്ടൻസ് കൊടുക്കാം. ദെൻ മോക്ക് ടെസ്റ്റും PYQs നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ വീക്ക്ലി റിവിഷൻ സെഷൻസ്. ഇത് ഒന്നുകിൽ നമ്മുടെ വീക്ക്ലി റിവിഷൻ സെഷൻസ് വെക്കാം. എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് നമ്മുടെ ഓരോ യൂണിറ്റ് വൈസ് ഉള്ള റിവിഷനും കൂടെ നിങ്ങൾ വെക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഫുൾ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഒരു യൂണിറ്റ് കവർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അത് നമ്മൾ റിവൈസ് ചെയ്യുക. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ഒരു മെമ്മറി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നാളത്തേക്ക് നമുക്ക് നല്ല ഓർമ്മയുണ്ടായിരിക്കും. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വേറെ 2 ടോപ്പിക്സ് കൂടെ പഠിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകിൽ യൂണിറ്റ് വൈസ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു യൂണിറ്റ് വൈസ് ഉള്ള ഒരു ഡിവിഷൻ പറഞ്ഞില്ലേ, മാനേജ്മെന്റ് എന്നുള്ളൊരു ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്ത് നോക്കുക. then എക്കണോമിക്സ് കവർ ചെയ്തിട്ട് അത് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പഠിച്ചതിൽ എവിടെയെങ്കിലും നമ്മൾ മറന്നു പോകുന്നുണ്ടോ, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ദെൻ ടൈം മാനേജ്മെന്റ്, അത് അഗെയിൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡ്യൂറിങ് പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ഡ്യൂറിങ് ആക്ച്വൽ എക്സാം ആണെന്നുണ്ടെങ്കിലും രണ്ടും നമ്മൾ ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ദിവസത്തിൽ എത്ര സമയം നെറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ടൈം മാനേജ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ സ്ട്രോങ് ഏരിയാസിൽ നിങ്ങൾ കുറെ സമയം പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് 1 ഞാൻ 2 ആഴ്ചയാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. എന്നാൽ യൂണിറ്റ് 1 എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ ഒരു 8 ദിവസം എടുത്തപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ വീണ്ടും അത് അടുത്ത ഒരു 4 ദിവസം കൂടെ പഠിക്കേണ്ട 4 കൂടുതൽ ദിവസം വരും, അത്രയും ദിവസം കൂടെ ഞാൻ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 8ാമത്തെ ദിവസം ഞാൻ ആ യൂണിറ്റ് തീർത്തുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എനിക്ക് യൂണിറ്റ് 2 പോകാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ വെറുതെ സമയം കളയരുത്. അറ്റ്ലീസ്റ്റ് ഈ വരുന്ന ആ ഒരു എക്സാം വരെയെങ്കിലും നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിന്റെ യൂസേജ് ഒന്ന് ലിമിറ്റ് ചെയ്യുക, ഒഴിവാക്കുക, അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം
യൂസ് ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷെ അതിന്റെ ലിമിറ്റേഷൻസ് അല്ല, സോറി, അതിന്റെ ഒരു ടൈം ഒന്ന് ലിമിറ്റ് ചെയ്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കൽ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇതൊരു ക്രേസ് ആകും, പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പഠിക്കാനായിട്ട്. ആ ഒരു പോയിന്റിലോട്ട് നിങ്ങൾ സ്വയം നിങ്ങളെ കൊണ്ട് എത്തിക്കുക. അതിന് വേണ്ടിയിട്ട് ആ ഒരു നോയ്സ് എല്ലാം ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ചിലരുണ്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഈ പഠിക്കുന്ന ആ ഒരു 5 അല്ലെങ്കിൽ 6 മാസം വേറെ ഒരു കാര്യത്തിനും പോകത്തില്ല. ഈ പഠിത്തം പഠിത്തം പഠിത്തം, ഇപ്പൊ ഒരു ഔട്ടിങ്ങിന് പോകത്തില്ല, ഒരു മാരേജ്, സ്വയം ഒന്ന് റിലാക്സ്ഡ് ആകാനായിട്ടുള്ള ഒരു സമയം കൊടുക്കത്തില്ല, എക്സാം കഴിയട്ടെ കഴിയട്ടെ. അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് വേണം, എന്നാൽ മാത്രമാണ് നമ്മുടെ ബ്രെയിൻ ഇതൊന്നും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ ബ്രെയിനെ സ്ട്രെസ്ഡ് ആക്കുന്നത്തോളം കാലം ബ്രെയിൻ നല്ലതുപോലെ ഫങ്ഷൻ ചെയ്യത്തില്ല. മാക്സിമം അതിനെ എൻജോയ് ചെയ്തുകൊണ്ട് കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഈ ഒരു നെറ്റ് എക്സാം എന്ന് പറയുന്നത് വലിയൊരു കടമ്പയൊന്നുമല്ല, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ മാറ്റുക. അതാണ് ഏറ്റവും, ഈ നെറ്റ് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴി. ഓക്കെ, അതുപോലെ തന്നെ ആക്ച്വൽ എക്സാമിന്റെ സമയത്തും ഈ ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ചെയ്യാൻ പലർക്കും സമയം കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ അത്രത്തോളം നമ്മൾ അതിൽ സ്ട്രോങ് അല്ല. അത് സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ വായിക്കുക. മാക്സിമം എല്ലാ ദിവസവും പത്രം വായിക്കുക. പത്രത്തിന്റെ കൂടെയുള്ള ഒരു എഡിറ്റോറിയൽ പേജ് മാക്സിമം വായിച്ച് അതിനൊന്ന് ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. റീഡിംഗ് കോംപ്രഹെൻഷൻ, ബാക്കി സിലബസ് എല്ലാം നമ്മൾ പഠിക്കും, പക്ഷെ റീഡിംഗ് കോംപ്രഹെൻഷൻ എല്ലാവരും വിട്ടുപോകുന്ന രീതിയാണ്. എന്നാൽ എപ്പോഴും സ്കോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയും റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. കാരണം നമ്മളൊന്നും പഠിക്കേണ്ട, തെറ്റിപ്പോകുന്നുള്ള പേടി വേണ്ട, നമുക്ക് തന്നിട്ടുള്ള പാസേജ് മാത്രം നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ മിസ് ആക്കുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതിന് ഈ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ റീഡിംഗ് കോംപ്രഹെൻഷന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എക്സിക്യൂഷൻ, ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്ലാനിങ് എല്ലാം നടത്തി, പക്ഷെ അതിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. മിനിമം 75% എങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. നമ്മളിപ്പം 10 ദിവസം കൊണ്ട് പഠിക്കാൻ ഉദ്ദേശിച്ച ഒരു പോർഷൻസ് ഒരു 12 അല്ലെങ്കിൽ 13 ദിവസം എടുത്തിട്ടെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു സെറ്റ് ഓഫ് PYQ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഒരാഴ്ച പറ്റിയില്ല, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2 മണിക്കൂർ ഇരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കീപ് ട്രാക്ക് ഓഫ് യുവർ പ്രോഗ്രസ്. അതിനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ നേരത്തെ പറഞ്ഞ സിലബസിനകത്ത് മാർക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓക്കെ ആണോ, ഞാൻ പറഞ്ഞതിനനുസരിച്ച് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നതനുസരിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. റിവിഷൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിറ്റ് വൈസ് റിവിഷൻസ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വീക്ക്ലി ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഓർ ക്വിസസ് മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. ദെൻ 15 ഡേയ്സിൽ ലാസ്റ്റത്തെ 15 ഡേയ്സ് നമ്മൾ ആ ഒരു എക്സാം അടുക്കുന്ന സമയത്തുള്ള ഒരു കാര്യമാണ് പ്യുവർ റിവിഷൻ, PYQ, മോക്ക് ഡ്രിൽസ്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടൊരു സമയവും കൂടെ ഇടണം. നമുക്കിപ്പം ജൂൺ 15 എക്സാം, സോറി ഡിസംബർ ആണ്, ഡിസംബർ 1 നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും എന്നൊരു പ്ലാനോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ എക്സാം 23-ലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ December 1 to 23 നമ്മൾ ഫുൾ ഈ ഒരു PYQ-നും മോക്ക് ടെസ്റ്റ് എടുക്കാനും വേണ്ടി മാത്രം അങ്ങോട്ട് മാറ്റിയിടുക, റിസർവ് ചെയ്തിട്ടേക്കുക. നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഡിസംബർ മന്തിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, നമ്മുടെ സിലബസ് മാക്സിമം ആ ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യുക. ഡിസംബർ ഫുൾ ആ ഒരു PYQ, MCQ-ന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്തും. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? ഇഗ്നോറിംഗ് പേപ്പർ 1, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പേപ്പർ 1 നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് വലിയൊരു മിസ്റ്റേക്ക് ആണ്. അതിലോട്ട് നിങ്ങൾ എത്തരുത്. ദെൻ ലാസ്റ്റ് മിനിറ്റ് ക്രാമിംഗ്, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു എക്സാം 23 ആണെന്നുണ്ടെങ്കിൽ 21-ഉം 22-ഉം ഭയങ്കര സ്ട്രെസ് എടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ അങ്ങോട്ട് സ്ട്രെസ് ചെയ്യുകയാണ്. അതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് പതിയെ പതിയെ പഠിച്ചു പോവുക. നോട്ട് ട്രാക്കിംഗ്, മോക്ക് ടെസ്റ്റുകളെ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. ദെൻ കുറേ റിസോഴ്സസ്, ഇപ്പൊ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറേ ചാനൽസ്, കുറേ റിസോഴ്സസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് റിസോഴ്സ് എടുക്കുന്നതിനും യാതൊരു പ്രശ്നമില്ല. നമുക്ക് കിട്ടുന്ന ചാനലുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതിനും കേൾക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരൊറ്റ കാര്യം ഇൻസ്റ്റർ ചെയ്തോണം, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ റിലേബിൾ ആണോ. 10 ചാനൽസ് നമ്മൾ ഫോളോ ചെയ്യുമ്പം അതിൽ പറയുന്ന കാര്യങ്ങൾ 10-ഉം 10 അതിനേക്കാളും ബെറ്റർ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ഫാക്കൽറ്റീന്റെ അല്ലെങ്കിൽ ഒരു ചാനലിന്റെ ക്ലാസ്സുകൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യും. ഇപ്പം I+ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ I+ മാത്രം നിങ്ങൾ റിലേ ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ അങ്ങനെ ഒന്ന് പോവുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു PYQ ചെയ്യാനായിട്ട് വേറൊരു ചാനൽ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്രം നോക്കുക. കുറേ പേര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറേ സമയവും വെറുതെ പോവും, നമുക്കൊരു കൺഫ്യൂഷൻ വരാനും സാധ്യതയുണ്ട്.
ദെൻ ടെൻഷൻ, ഒത്തിരി ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ നമ്മുടെ മാക്സിമം ഇൻപുട്ട് ഇടുക. ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത സൈക്കിളിൽ നമ്മൾ എഴുതിയെടുക്കും എന്ന് നമ്മുടെ മനസ്സിനെ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുക. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമ്മളിത് ചെയ്യുക. ദെൻ നോട്ട് ഫോളോയിങ് ദ സ്റ്റഡി പ്ലാൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാത്തത് കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് കാരണം നമുക്ക് എക്സാം കയ്യിൽ നിന്ന് പോകരുത്. ഓക്കെ, നമുക്ക് ഇടാൻ പറ്റുന്ന അത്രയും ഇൻപുട്ട് ഇടുക, കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇൻപുട്ട് ഇടാത്തത് കാരണം നമുക്ക് കിട്ടാത്തൊരവസ്ഥയിലോട്ട് നിങ്ങൾ കൊണ്ടെത്തിക്കരുത്. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും കാര്യം അഡീഷണലി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഹിബ ആനന്ദ്, ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എക്സാമിന്റെ ടൈം മാനേജ്മെന്റ് ആണോ പറയുന്നത്? യെസ്. ഓക്കെ, അവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു ക്വസ്റ്റ്യന് നമുക്ക് 1 മിനിറ്റ് ആണ് കിട്ടുന്നത്. ഒത്തിരി പേർക്കുള്ളൊരു പ്രശ്നമാണിത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അത് ശരിക്കും പറഞ്ഞാൽ ത്രെറ്റ് ആണ്. നമ്മുടെ എക്സാം എഴുതുന്ന മെജോറിറ്റി കാൻഡിഡേറ്റ്സിനുള്ള ഒരു ത്രെറ്റ് ആണ് ഈ ഒരു ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. അത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാനായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പം ഒരു ക്വസ്റ്റ്യന് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് 1 മിനിറ്റ് ആണ് കിട്ടുന്നത്. ഇതിൽ നമ്മുടെ പേപ്പർ 1 ഡി ഐ ഇല്ലേ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ നമ്മുടെ മാനേജ്മെന്റിനകത്ത് വരുമ്പോൾ ഈ ഒരു അസഷൻ റീസൺ ക്വസ്റ്റ്യൻ, അതിനൊക്കെ നമ്മൾ കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും പൊതുവെ. അപ്പോ നമ്മുടെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ വരുന്ന സമയം ഇതിലോട്ട് മാറ്റാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് വരണം എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു വഴി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു 2 മണിക്കൂറിൽ നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, 2 അല്ല 3 മണിക്കൂറിൽ നിങ്ങൾക്ക് പേപ്പർ 1 ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു എക്സാം സെറ്റപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ഒരുക്കി, നമ്മൾ ആ ഒരു എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ആ ഒരു 3 മണിക്കൂറും ഫുൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു എക്സാം എഴുതാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു വഴിയാണത്. അപ്പൊ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ടൈം മിസ്സാകുന്നത്, ഞാൻ എവിടെ സ്പീഡപ്പ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു പാസേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാതെ പോകാനുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് ഇതുപോലെ പ്രാക്ടീസിലൂടെ, അതിന് ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല, എന്റെ അറിവിൽ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ടൈം മാനേജ്മെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഇനി ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ റീസൺ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനായിട്ട് കൂടുതൽ സമയം എടുക്കുന്നത് കൊണ്ടാണ്. അത് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അതിനോട് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം കുറച്ചും കൂടെ ഈ പേപ്പർ, നമ്മുടെ ന്യൂസ് പേപ്പർ ഇല്ലേ, അതൊക്കെ ഒന്ന് വായിക്കാനും കൂടെ സമയം കണ്ടെത്തുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മുടെ ആ ഒരു റീഡിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. ഓക്കെ, കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ മാക്സിമം എത്ര ടൈം എടുക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞനുസരിച്ചിട്ട് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷന്റെ ഒരു പാസേജ് 5 ക്വസ്റ്റ്യന് 5 മിനിറ്റ് ആണ് കിട്ടുന്നത്. പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് മതിയാവില്ല. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു CBT എക്സാം ആവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കണം, നമ്മൾ തിരിച്ച് പാസേജിൽ പോകണം. അതിൽ തന്നെ നമ്മൾ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത്തവണത്തെ എക്സാം കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞൊരു കമന്റ് ആയിരുന്നു, ഇത്തവണത്തെ പാസേജ് കുറച്ചും കൂടി ലെങ്തി ആയിരുന്നു, അതോ ആ ഒരു വിത്ത് എന്തോ കൂടുതലായിരുന്നു. അപ്പം നേരത്തേനേക്കാളും യൂഷ്വലി നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യേണ്ടി വന്നു. അപ്പം പ്രോപ്പറായിട്ട് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അത് NTA ഭാഗത്തു നിന്നുള്ളൊരു ലിമിറ്റേഷൻ ആണ്, അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇതിലുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ മാത്രം എന്നുള്ളതാണ്. നമ്മുടെ ബൈ തിയറി അല്ലെങ്കിൽ ബൈ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് ആണ് ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ മാനേജ്മെന്റിൽ നമുക്ക് നേരത്തെ ചെയ്തു തീർക്കാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഇവിടെ എക്സ്ട്രാ കിട്ടും. അങ്ങനെ നമുക്ക് 10 മിനിറ്റ് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 5 മിനിറ്റേ കിട്ടും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഇല്ല. ഹിബ, എനിത്തിങ് എൽസ് ടു ഷെയർ? ഇല്ല, ക്ലിയർ ആണ്. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു? എന്തെങ്കിലും ഇൻപുട്ട് കിട്ടിയോ നിങ്ങൾക്ക്?
പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, സീക്രട്ട് ടിപ്പായിട്ട് വിചാരിക്കുക. എനിക്ക് എക്സാം ഹാളിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യമാണത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു ഒരു തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കാര്യമാണ്. നമ്മൾ ഒരു രണ്ടരക്കല്ലേ 3 മണിക്കായിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പൊതുവെ നമ്മുടെ എക്സാം. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ തന്നെ എക്സാം ഹാളിൽ 2:15 2:30 ആകുമ്പോൾ നമ്മൾ എക്സാം ഹാളിൽ കയറും. ഞാൻ പറയുന്നത് ആ സെന്ററിൽ എത്തുന്ന കാര്യമല്ല, സെന്ററിൽ മാക്സിമം നേരത്തെ എത്താനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴിതെറ്റി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കണ്ടിജൻസീസ് വരുവാണെങ്കിൽ നമുക്കതൊരു റിസ്ക് ആണ്. പക്ഷെ നിങ്ങൾ എക്സാം ഹാളിൽ ഒത്തിരി നേരത്തെ കയറാം, പലരും കിടന്ന് ഉറങ്ങാറുണ്ട് നേരത്തെ കയറിയിട്ട്. അതിന് പകരം നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് നോക്കുക. യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നോക്കുക. അതുപോലെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലതുപോലെ ഉറങ്ങാൻ നോക്കുക. ഇതൊക്കെ എഗെയിൻ നമ്മുടെ ആ ഒരു ഹെൽത്തിന് അല്ല, നമ്മുടെ സ്റ്റഡീനെ, നമ്മുടെ ബ്രെയിനിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ രാത്രി 12 മണി വരെ പഠിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ 9 മണിക്ക് എഴുന്നേൽക്കുന്നതിനേക്കാളും ബെറ്റർ ഒരു 10 മണി വരെ ഉള്ളിലെല്ലാം ചെയ്തിട്ട് 10 മണിക്ക് കിടന്നുറങ്ങി ഒരു 6 മണി ആ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നതാണ്. 6 മണി ഒരു 5 മണിക്ക് എഴുന്നേക്കാൻ വെച്ചാൽ ഏറ്റവും ബെറ്റർ. അതൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ 6 പറഞ്ഞത്. അത്യാവശ്യം നമ്മൾ പഠിക്കുന്ന സമയത്തെങ്കിലും ആ ഒരു നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം പ്രാക്ടീസ് ചെയ്യുക. ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കി നോക്കുക. ഹെൽത്തി ഫുഡ്, എക്സസൈസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ ഈ പഠിക്കുക എന്നതിനപ്പുറം ഇതിനെ നമ്മൾ അറിയാതെ നമ്മൾ സിലബസ് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് എക്സാമിലോട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് നല്ലതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് നമ്മുടെ സ്റ്റഡീസിലും നമ്മുടെ ഓവറോൾ നമ്മുടെ ആ ഒരു ഔട്ട്പുട്ടിനകത്തൊക്കെ അത് റിഫ്ലക്ട് ചെയ്യും. അതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ അനുവദിക്കുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ആ ഒരു 5 മാസം കൊണ്ട് നമ്മളൊന്ന് റെജുവിനേറ്റ് ആകും. അത് ഉറപ്പായിട്ടും നമ്മുടെ എക്സാമിലും നമ്മുടെ ആ ഒരു എക്സാം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിയിലും ഒക്കെ അത് റിഫ്ലക്ട് ചെയ്യും. നമ്മൾ ഒരു ബർഗർ കഴിച്ചിട്ട് ഇരുന്ന് പഠിക്കുന്നതും ഒരു സാലഡ് കഴിച്ചിട്ട് ഇരുന്ന് പഠിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഇല്ലേ? അത്രയും നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു ബർഗർ കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ചപ്പാത്തിയോ ചോറോ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അതും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് എന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട്, നമുക്ക് സംസാരിക്കാം. ഈ ഒരു സിലബസിന്റെ ആ ഒരു ഡിവിഷനും പ്രിന്റ് ഔട്ടും നാളെ തന്നെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സീരിയസ് ആയിട്ട് പഠിക്കുക. ഓക്കെ, എനിവേ എന്താ നിങ്ങളുടെ കറന്റ് സ്റ്റാറ്റസ്? നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ, സ്റ്റുഡൻസ് ആണോ, അതോ ഇപ്പൊ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യുവാണോ? എന്താ എന്താ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ? PG കംപ്ലീറ്റ് ആണ്, 6 months കറന്റ്ലി നെറ്റ്. ഓക്കെ, നെറ്റ് മാത്രം പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പൊ കുഴപ്പമില്ല, അപ്പം ആവശ്യത്തിലധികം സമയം കിട്ടുന്നുണ്ട്. അപ്പൊ മാക്സിമം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാളാണ്. സമയം വേസ്റ്റ് ആക്കാതെ M.Com സൈഡ് ഉണ്ട്, ഫൈൻ. അപ്പൊ അതും എഗെയിൻ ഹെൽപ്ഫുൾ ആണ്. അതിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് മാക്സിമം ടൈം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് നോക്കുക. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ലൈവ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.